the Lord. ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ. Praise the Lord. ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ. ಆ ಕರಗಳು ಉಯರ್ತಿ ಬಿಡಿಸಿ ದೈವത്തെ സ്തുതിക്കാം. ಆ ಕೈಗಳನ್ನು ಮೇಲಕ್ಕೆತ್ತಿ ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಮಾಡೋಣವಾ? Hallelujah. Hallelujah. സർവ മഹത്വവും പുകഴ്ചയും എല്ലാത്തിനും യോഗ്യനായിരിക്കുന്ന യേശു കർത്താവിന് ഞാൻ നന്ദി കരേറ്റുന്നു. ಎಲ್ಲ ಗೌರವಕ್ಕೂ ಘನತೆಗೂ ಯೋಗ್ಯನಾದಂಥ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನಿಗೆ ಎಲ್ಲ ಮಹಿಮೆ ಸಲ್ಲಿಸುವನಾಗಿದ್ದೇನೆ. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവഭൃത്യന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ಇಲ್ಲಿ ಕೂಡಿ ಬಂದಂತಹ ಎಲ್ಲ ದೇವ ಮಕ್ಕಳಿಗಾಗಿ ದೇವರನ್ನು ಕೊಂಡಾಡುತ್ತೇನೆ. ഈ മീറ്റിംഗിനെ എന്നെ ക്ഷണിച്ച കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ എം കുഞ്ഞപ്പി അവരുകളെ ആ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അധ്യക്ഷനായിരിക്കുന്ന എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് പാസ്റ്റർ ബിജു ഫിലിപ്പ്, എന്നെക്കാട്ടിലും മുമ്പിൽ ദൈവജനം സംസാരിച്ച കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സണ്ണി, വളരെ അടുത്ത സുഹൃത്തുക്കളാ മറ്റേ എല്ലാ ദൈവദാസന്മാരെ വിത്തൗട്ട് ഇനിയും കൂടുതൽ പേരെടുക്കുന്നില്ല, ഇൻട്രൊഡക്ഷൻ തരുന്നില്ല. എല്ലാ ദൈവഭൃത്യന്മാരെ സുഹൃത്തുക്കൾ ഒത്തിരി പേര് ഇവിടെ ഉണ്ട്. നിങ്ങളെല്ലാവരും ഓർത്ത് കഴിഞ്ഞ വർഷം ഇവിടെ വന്നിട്ട് എനിക്ക് ഒത്തിരി സുഹൃത്തുക്കളെ കിട്ടി. അവരെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട, നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഒരുമിച്ച് അക്കരങ്ങൾ ഉയർത്തി വെച്ച് ദൈവത്തെ സ്തുതിച്ചു. ഫാസ്റ്റ് മോഡിലേക്ക് ഇനി പോകാൻ പോകുന്നത്. വേഗವಾಗಿ ಮುಂದೆ ಚಲಿಸಲಿದ್ದೇನೆ. നമ്മുടെ മുമ്പിലുള്ള സമയം വളരെ ചുരുക്കമാകുന്നു. ನಮ್ಮ ಮುಂದೆ ಬಹಳ ಸಮಯ ಕಡಿಮೆ ಇದೆ. പക്ഷേ ഉള്ള സമയത്തിൽ ദൈവവചനം കേൾക്കണം. ಆದರೆ ಇರುವಂತ ಸಮಯದಲ್ಲಿ ದೇವರ ವಾಕ್ಯ ಕೇಳಬೇಕು. അതുകൊണ്ട് നോർമൽ ഫോർമാലിറ്റീസ് എല്ലാം വിട്ടിട്ട് ദൈവവചനത്തിലേക്ക് ഇറങ്ങാൻ പോകും. ಆದ್ರಿಂದ ಸಾಮಾನ್ಯವಾಗಿ ನಾವು ಹೇಳಬೇಕಾದೆಲ್ಲ ನಿಲ್ಲಿಸಿ ದೇವರ ವಾಕ್ಯಕ್ಕೆ ಸೀದಾ ಸಾಗಲಿದ್ದೇನೆ. കർത്താവായ യേശു ക്രിസ്തു വരുന്നുള്ള സന്ദേശം കേട്ട സന്തോഷം ദൈവത്തെ സ്തോത്രം ചെയ്തു. കർത്തനാದ യേശു ക്രിಸ್ತನು ಬರುತ್ತಾನೆ ಅನ್ನುವಂತ ಸಂದೇಶ അതിനേക്കാളും വലിയ സന്തോഷം നമുക്ക് വേറെ ഒന്നുമില്ല. ಅದಕ್ಕಿಂತ ಮಿಗಿಲಾದ ಸಂತೋಷ ಇನ್ಯಾವುದೂ ಇಲ್ಲ ನಮಗೆ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ അതേ ജീവനുള്ള വചനം ഇറങ്ങി വരുവാനാകട്ടെ. ഈ ರಾತ್ರಿ ಅದೇ ಜೀವಂತವಾದ ವಾಕ್ಯ ಇಳಿದು ಬರಲಿ. അല്പനേരം പ്രാർത്ഥനയോടെ ഇരിക്കാൻ പറ്റും. ಸ್ವಲ್ಪ ಹೊತ್ತು ನಾವೆಲ್ಲರೂ ಪ್ರಾರ್ಥನೆಯಿಂದ ಇರೋಣ. ഈ ഹോളിനകത്തെ സ്തുതികളുടെയും സ്തോത്രങ്ങളുടെ ശബ്ദം ഒന്ന് ഉയരട്ടെ. ಈ ಸಭಾಂಗಣದಲ್ಲಿ ದೇವರ ಸ್ತುತಿ ಸ್ತೋತ್ರಗಳು ಹೇಳುತ್ತಲೇ ಇರಲಿ. എല്ലാം മാറി സ്തുതികളുടെയും സ്തോത്രത്തെ ശബ്ദം ഉയരട്ടെ. ಎಲ್ಲ ಬಿಟ್ಟು ಸ್ತುತಿ ಸ್ತೋತ್ರದ ಶಬ್ದವೇ ಇಲ್ಲಿ ಏರಲಿ. ആരും മൗനമായിരിക്കാതെ, ಯಾರು ಮೌನವಾಗಿರಬೇಡಿ. ഒരുമിച്ച് എല്ലാ നാമ ദൈവത്തെ സ്തുതിക്കട്ടെ. ಒಟ್ಟಾಗಿ ಎಲ್ಲರೂ ಸೇರಿ ದೇವರನ್ನು ಕೊಂಡಾಡೋಣ. എല്ലാ നാമ ദൈവത്തെ സ്തുതിക്കട്ടെ. ಎಲ್ಲರೂ ದೇವರ ಆತ್ಮದಲ್ಲಿ ದೇವರನ್ನು ಕೊಂಡಾಡಿ. ಶಬಲಾರಿಗಟಕ ಶಂಧಲಗ ಸಿಯಂಧನಬ ಶಂಧಲೆ ಅದುರಬಖಾನರಬ ಸಂಧಲಗ ಶಿಯಂಧನಬ ಉಡಿರಿಗಸಿಯ. ഹല്ലേലൂയ. ദൈവ പരിശുദ്ധ പിതാവേ, ഞങ്ങൾ നല്ല സമയത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്നു. വചനം അങ്ങയുടെയാകുന്നു കർത്താവേ. യഹോവയാം ദൈവമേ, അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളുടെ മധ്യത്തിൽ അയക്കുമാറാകണമേ. ഇതിന് മുമ്പിൽ കേട്ട വചനത്തോടൊപ്പം തന്നെ അടുത്ത് കേൾക്കാൻ പോകുന്ന വചനത്തിന് മേൽ ദൈവത്തിന്റെ അഭിഷേകം ഇറങ്ങി വരട്ടെ. ഇവിടെ ഇരിക്കുന്ന നിന്റെ ജനത്തോട് കർത്താവ് മനസ്സലിയണമേ. എല്ലാ അന്ധകാരത്തിന്റെ ശക്തികളെയും എല്ലാ പിശാചിന്റെ തന്ത്രങ്ങളെയും എല്ലാ ദുഷ്ടന്റെ പോരുകളെയും സ്വർഗത്തിലും ഭൂമിയിലും അധികാരം പ്രാപിച്ച നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ശാസിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഇറങ്ങി വരട്ടെ. ഈ ഹോളിനകം ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. സ്ഥലം മറന്ന ദൈവജനം ദൈവത്തെ സ്തുതിക്കട്ടെ. സ്ഥലം മറന്ന ദൈവത്തിന് ആനന്ദിക്കട്ടെ. ഹാലെ, ജീവനുള്ള വചനം ജീവനായിട്ട് ഇതിനകത്ത് ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ അന്തരീക്ഷത്തിന് മേൽ പരിശുദ്ധാത്മാവ് പൂർണ്ണ ആധിപത്യം ഏറ്റെടുക്കുമാറാകണമേ. ഹല്ലേലൂയ. എല്ലാ മാനുഷികമായ ചിന്തകൾ മാറിപ്പോകട്ടെ. എല്ലാ വേദനകൾ മാറിപ്പോകട്ടെ. എല്ലാ പിശാചിന തന്ത്രങ്ങൾ മാറിപ്പോകട്ടെ. ഞങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നവരല്ല, ഇത് ജയം പ്രാപിക്കുന്ന ദൈവത്തിന്റെ ശപയാത്ര. Come on everybody, hallelujah. ആ കരങ്ങൾ തട്ടി ദൈവത്തെ സ്തുതിക്കട്ടെ. ആത്മനിറവിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. അന്യഭാഷ അടയാളത്തോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. ആത്മാവിന്റെ വലിയ നിറവ് ഇറങ്ങി വരട്ടെ. ആത്മದಲ್ಲಿ ತುಂಬಿ ഈ അന്തരീക്ഷത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൂർണ്ണമായി കൺട്രോൾ ഏറ്റെടുക്കട്ടെ. ದೇವರ ಪವಿತ್ರಾತ್ಮನು ಪೂರ್ಣ ನಿಯಂತ್ರಣ ತೆಗೆದುಕೊಳ್ಳಲಿ. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ആത്മാവ് ഇടപെടാൻ പോകുന്നതിനായി സ്തോത്രം. ഈ രാത്രി ആത്മ മാತನಾಡಿರುವುದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. ദൈവത്തിന്റെ സാന്നിധ്യം നൽകിയതിനായി സ്തോത്രം. ದೇವರ ಸಾನ್ನಿಧ್ಯ ಕೊಟ್ಟಿದ್ದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, യേശു ಕ್ರಿಸ್ತನ ನಾಮದಲ್ಲಿ ಬೇಡಿಕೊಳ್ಳುತ್ತೇವೆ ತಂದೆಯೇ. ആമേൻ. ಆಮೆನ್. ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി പിടിച്ച് ಮತ್ತೊಮ್ಮೆ ಕೈಗಳನ್ನು ಮೇಲಕ್ಕೆ ಎತ್ತುತ್ತಾ സന്തോഷത്തോടെ ಸಂತೋಷದಿಂದ
ഒന്ന് ചിരിച്ച സന്തോഷത്തോടെ ಸ್ವಲ್ಪ ನಗಾಡುತ್ತಾ ಸಂತೋಷದಿಂದ മുഖത്തിൽ തന്നെ ಆ ಸಂತೋಷವನ್ನು ಆ വെളിപ്പെടുത്തണം. ಮುಖದಲ್ಲಿ ಆ ಸಂತೋಷ ಕಾಣಬೇಕು. ദൈവത്തെ സ്തോത്രം ചെയ്തു. ಮತ್ತೊಮ್ಮೆ ದೇವರನ್ನು ಸ್ತೋತ್ರ ಮಾಡಿ. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ യേശു കർത്താവ് വരുന്നതാണ്. ನಮ್ಮ ದೊಡ್ಡ ನಿರೀಕ್ಷೆ ಕರ್ತನಾದ ಯೇಸು ಹಿಂತಿರುಗಿ ಬರುತ್ತಾನೆ. അപ്പോൾ തന്നെ നമ്മുടെ തീം അതാങ്ങളിൽ തന്നെ കർത്താവദാസൻ പറഞ്ഞതുപോലെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോട് ദൈവത്തെ ആത്മാവ് ഏൽപ്പിക്കുന്ന ദൂതുകളെ പറയുവാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. ದೇವರ ದಾಸನು ನಮಗೆ ನೆನಪಿಸಿದ ಹಾಗೆ ನಮ್ಮ ವಿಷಯ ಕರ್ತನ ಬರವಣಿಗೆ ಆಗಿದ್ದರೂ ಇಲ್ಲಿ ಪ್ರಸಂಗದಲ್ಲಿ ದೇವರ ಆತ್ಮ ನಮಗೆ ಕೊಡುವಂತ ವಿಷಯಗಳನ್ನು ಮಾತನಾಡಿ ಎಂಬುದಾಗಿರುವ ಸ್ವತಂತ್ರ ಕೊಟ್ಟಿದ್ದಾನೆ. എൻ്റെ ഹൃദയത്തിൽ ദൈവം നൽകി തന്ന ഒരു ചിന്ത നിങ്ങളോട് പങ്കുവെക്കുവാൻ വേണ്ടി ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ನನ್ನ ಹೃದಯದಲ್ಲಿ ದೇವರು ಕೊಟ್ಟಂತ ಚಿಂತೆ ನಿಮ್ಮೊಡನೆ ಹಂಚಲು ದೇವರ ಆತ್ಮದಲ್ಲಿ ಶರಣನಾಗಿದ್ದೇನೆ. കർത്താവിന്റെ വരവ് വളരെ അടുത്തായിരിക്കുന്നു. ಕರ್ತನ ಬರವಣಿಗೆ ಬಹಳ ಸಮೀಪದಲ್ಲಿದೆ. കർത്താവ് വരുന്നത് ദൈവം തന്റെ സഭയെ ചേർക്കാൻ വേണ്ടിയാണ്. ಕರ್ತನು ಬರುವುದು ತನ್ನ ಸಭೆಯನ್ನು ಕೊಂಡೊಯ್ಯುವಂತೆಯೇ. വിശ്വസിക്കുന്ന സ്തോത്രം ചെയ്യാമോ? ನಮ್ಮವರು ಸ್ತೋತ್ರ ಮಾಡಿ. സഭയെ ചേർക്കാൻ വന്നാൽ നമ്മളുണ്ടല്ലോ അതിനകത്ത്. ಸಭೆಯನ್ನು ಸೇರಿಸಲು ಬಂದ್ರೆ ನಾವು ಇರುತ್ತೇವೆ ತಾನೆ. ഉറപ്പുള്ളവർ സ്തോത്രം ചെയ്തു വന്ന് ಸಿದ್ಧತೆ ಇರುವವರು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡಿ. അപ്പോൾ തയ്യാറായിരിക്കുന്ന ഒരു സഭയെ ചേർക്കാൻ വേണ്ടിയാണ് കർത്താവ് വരുന്നത്. ಹಾಗಿದ್ದರೆ ತಯಾರಾಗಿರುವಂತ ಒಂದು ಸಭೆಯನ್ನು ಸೇರಿಸುವಂತೆಯೇ ಕರ್ತನು ಬರುತ್ತಿರುವುದು. എങ്ങനത്തെ സഭയാ കർത്താവ് കൊണ്ടുപോകുന്നത്? ಎಂತಹ ಸಭೆಯನ್ನು ಕರ್ತನು ಕೊಂಡೊಯ್ಯಲಿದ್ದಾನೆ? ഈ സഭയോട് ബന്ധപ്പെട്ട് എന്തുവാ കർത്താവ് ആഗ്രഹിക്കുന്നതിനകത്ത് ಈ ಸಭೆಯ ಸಂಬಂಧದಲ್ಲಿ ಕರ್ತನು ಏನೇ ನಿಶ್ಚಿಸುತ್ತಿದ್ದಾನೆ? ഇന്ന് സഭകൾ ഒത്തിരിയുണ്ട്. ಇಂದು ಬೇಕಾದಷ್ಟು ಸಭೆಗಳಿವೆ. അപ്പോൾ എല്ലാ സഭകളെയും ആണോ വാസ്തവം ഈ സഭകളെല്ലാം കർത്താവ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ಹಾಗಿದ್ದರೆ ಎಲ್ಲಾ ಸಭೆಗಳು ಖಂಡಿತವಾಗಿ ಇವೆಲ್ಲವನ್ನು ದೇವರು ಕೊಂಡೊಯ್ಯಲಿದ್ದಾನ? പക്ഷെ ദൈവവചനത്തിനകത്ത് സഭയെ പല രീതിയിൽ ചിത്രീകരിക്കുന്നുണ്ട്. ಆದರೆ ದೇವರ ವಾಕ್ಯದಲ್ಲಿ ಸಭೆಯನ್ನು ವಿವಿಧ ರೀತಿಯಲ್ಲಿ ಚಿತ್ರೀಕರಣ ಪಡಿಸಿದೆ. ഇന്ന് രാത്രിയിൽ അതിന്റെ ഒരു ഭാഗം നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ಈ ರಾತ್ರಿ ಅದರ ಒಂದು ಭಾಗ ನಿಮ್ಮೊಡನೆ ಹಂಚಲು ಬಯಸುತ್ತೇನೆ. സഭ എന്ന ആർമി ഓഫ് ഗാഡ്. ಸಭೆ ಅಂದರೆ ದೇವರ ಸೈನ್ಯ. ദൈവത്തിന്റെ സൈന്യം. ದೇವರ ಸೈನ್ಯ. പുതിയ നിയമത്തിലെ സഭ ദൈവത്തിന്റെ പുതിയ നിയമത്തിലെ സൈന്യം കൂടി. ಹೊಸ ಒಡಂಬಡಿಕೆಯ ಸಭೆ ದೇವರ ಪ್ರಕಾರ ಹೊಸ ಒಡಂಬಡಿಕೆಯ ಸೈನ್ಯವೇ ಆಗಿದೆ. സഭയെ പല രീതിയിൽ ചിത്രീകരിച്ച് ഞാൻ പറഞ്ഞല്ലോ. ಸಭೆಯನ್ನು ಅನೇಕ ರೀತಿಯಲ್ಲಿ ಚಿತ್ರೀಕರಣ ಮಾಡಿದ್ದಾರೆ ಎಂಬುದಾಗಿ ಹೇಳಿದ್ದೇನಲ್ಲ. അതെല്ലാം ഉണ്ട്. ಅದೆಲ್ಲ ಇವೆ. ഒന്നും നിഷേധിക്കുന്നില്ല. ಯಾವುದನ್ನು ನಿಷೇಧಿಸಲಾರೆ. പക്ഷേ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ಆದರೆ ನಾವು ಇದನ್ನ ಚಿಂತಿಸಲಿರುವಂತಹ ಕಾರ್ಯ church is an army of God. ಸಭೆ ದೇವರ ಒಂದು ಸೈನ್ಯವೇ ಆಗಿದೆ. Church is an army of God. ಸಭೆ ದೇವರ ಒಂದು ಸೈನ್ಯವೇ ಆಗಿದೆ. ആർമി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഹൃദയത്തിന്റെ അകത്ത് നമ്മുടെ ചോരയൊന്ന് തിളക്കണം. ನೋಡಿ, ಸೈನ್ಯ ಎಂಬುದಾಗಿ ಕೇಳುವಾಗಲೇ ನಮ್ಮ ಹೃದಯದಲ್ಲಿ ಒಳಗೆ ರಕ್ತ ಕುದಿಯಬೇಕು. ആർമി മെന്നെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ಸೇನಾಧಿಪತಿಗಳನ್ನು ನೋಡಿದ್ದೀರಾ? അവർ ആർമി എന്ന് പറയുമ്പോൾ ആളങ്ങ് മാറും. ಸೈನಿಕರು ಅಂದ ತಕ್ಷಣವೇ ಆ ವ್ಯಕ್ತಿ ಮಾರ್ಪಡುತ್ತಾನೆ. ചില റിട്ടയർഡ് ആർമി ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ ഇരുന്നിട്ടുണ്ടോ? ನೋಡಿ, ಕೆಲಸ ಬಿಟ್ಟ ನಂತರ ರಿಟೈರ್ಡ್ ಆಗಿರುವಂತಹ ಸೈನಿಕರ ಬಳಿ ಹೋಗಿದ್ದೀರಾ? അവർക്ക് വീട്ടിലെ നാട്ടിലെ കാര്യം പറയാനൊന്നും സമയമില്ല. ಅವರಿಗೆ ಊರಿನ ಮನೆಯ ಕಾರ್ಯ ಹೇಳುವಂತ ഇരിക്കുമ്പോൾ തന്നെ അവർ പറയും അവരുടെ ട്രൂപ്പിന്റെ കാര്യവും പഴയ കാര്യവും അവർ അത് പിടിച്ചതും ഇത് പിടിച്ചതും എല്ലാം ಅವರ ಜೊತೆ ಕೂತರೆ ಹೇಳುತ್ತಾರೆ ಅವರ ಟ್ರೂಪಿನ ಕಾರ್ಯ, ಸೈನ್ಯದ സൈന്യം എന്ന് കേൾക്കുമ്പോൾ തന്നെ രക്തം ഒന്ന് തിളയ്ക്കും. സൈന്ಯದ ವಿಷಯ ಹೇಳುವಾಗಲೇ ಇವರು ರಕ್ತ ಕುದಿಯುತ್ತದೆ. ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന്റെ സൈന്യം എന്ന് പറയുമ്പോൾ യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവമക്കളുടെ രക്തം ഒന്ന് തിളയ്ക്കണം. ದೇವರ ಸೈನ್ಯ ಎಂದ ಕೂಡಲೇ ಯೇಸುವಿನ ರಕ್ತದಿಂದ ವಿಮೋಚಿಸಲ್ಪಟ್ಟವರಾದ ನಮ್ಮ ರಕ್ತ ಕುದಿಯಬೇಕು. ನೋಡಿ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ സൈന്യത്തിനകത്ത് പുരുഷനുമുണ്ട്, സ്ത്രീയുമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, യുവജനങ്ങളുണ്ട്, ദൈവദാസം എല്ലാവരും ചേർന്ന് നാം ഒരുമിച്ച് ദൈവത്തിന്റെ സൈന്യമത്രേ. ಈ ಸೈನ್ಯದ ಒಳಗೆ ಯುವಕರಿದ್ದಾರೆ, ಗಂಡಸರಿದ್ದಾರೆ, ಹೆಂಗಸರಿದ್ದಾರೆ, ಮಕ್ಕಳಿದ್ದಾರೆ, ಎಲ್ಲರಿದ್ದಾರೆ. ಎಲ್ಲರೂ ಒಟ್ಟಾಗಿ ಸೇರಿ ನಾವು ಸೈನಿಕರಾಗಿದ್ದೇವೆ. ഒരു വേദഭാഗം വായിക്കാം. ಒಂದು ದೇವರ ವಾಕ್ಯ ಓದೋಣವಾ? 2 തിമോഥെയോസിന്റെ ലേഖനം 2 തിമോಥೆಯನಿಗೆ ಬರೆದ ಪತ್ರಿಕೆ 2ാം അധ്യായം 2ನೇ ಅಧ್ಯಾಯ 3 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങൾ. 3 ರಿಂದ 6ನೇ ವಾಕ್ಯ. 2 തിമോഥെയോസ് 2ാം അധ്യായം 3 തൊട്ട് 2 Timothy chapter 2 and verse 3 to 6. Let me read this in English. 2 ತಿಮೋಥಿ 3ನೇ ಅಧ್ಯಾಯ 2ನೇ ಅಧ್ಯಾಯ 3 ರಿಂದ 6. Share in the suffering as a good soldier of Jesus Christ. ಯೇಸು ಕ್ರಿಸ್ತುವಿನ ಒಳ್ಳೆ ಸೈನಿಕನಂತೆ ನನ್ನೊಂದಿಗೆ ಶ್ರಮೆಯನ್ನು No ಅನುಭವಿಸಿ. soldier gets entangled in civilian pursuit, since his aim is to please the one who enlisted him.
ಯುದ್ಧಕ್ಕೆ ಹೋಗುವ ಸೈನಿಕನು ಲೋಕ ವ್ಯವಹಾರಗಳಲ್ಲಿ ಸಿಕ್ಕಿಕೊಳ್ಳದೆ ತನ್ನನ್ನು ಸೈನ್ಯದಲ್ಲಿ ಸೇರಿಸಿಕೊಂಡವನನ್ನು ಮೆಚ್ಚಿಸುವುದಕ್ಕೆ ಪ್ರಯಾಸ ಪಡುತ್ತಿದ್ದಾನಲ್ಲವೇ? An athlete is not crowned unless he competes according to the rules. It is the hard-working farmer who ought to have the first share of the crops. ಇದಲ್ಲದೆ ಯಾವನಾದರೂ ರಣಸ್ಥಳದಲ್ಲಿ ಎದುರಾಳಿಯೊಡನೆ ಹೋರಾಡದ ಹಾಗೆ ನಿಯಮದ ಪ್ರಕಾರ ಹೋರಾಡದಿದ್ದರೆ ಅವನಿಗೆ ಜಯಮಾಲೆ ದೊರಕುವುದಿಲ್ಲ. ഒന്ന് മലയാളത്തിൽ വായിച്ച് സഹായിക്കാൻ പറ്റും ആരെങ്കിലും? ക്രിസ്തു യേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക, പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവൻ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. ആഹാ, ആ, റൈറ്റ്. ശ്രദ്ധിച്ചേ, ദൈവസഭയിലുള്ള ദൈവ മക്കളെ 3 ಮೆಟಫರ್ ಆಯ್ತಾ ഇവിടെ ಕಾಣಿക്കുന്നത്. ನೋಡಿ, ದೇವರ ಸಭೆಯಲ್ಲಿರುವಂತಹ ದೇವರ ಮಕ್ಕಳನ್ನು 3 ರೀತಿಯ ಅನುಭವಿಗಳಾಗಿ ಹೇಳುತ್ತಿದ್ದಾರೆ. 3 ಸಿಂಬಾಲಿಕ್ ಮೆಟಫರ್ಸ್, 3 ಆಗಿ ಗುರುತುಗಳ ಮೂಲಕ ತೋರಿಸುತ್ತಿರುವ ಕಾರ್ಯ. ಸೋಲ್ಜರ್, ಒಂದು ಸೈನಿಕರು, ಸೋಲ್ಜರ್ ಸೈನಿಕ. 2 ಸ್ಪೋರ್ಟ್ಸ್ ಮ್ಯಾನ್, 2 ಒಬ್ಬ ಓಟ ಸ್ಪರ್ಧೆಯಲ್ಲಿರುವಂತಹ ವ್ಯಕ್ತಿ. 3 ಸೋವರ್ or a farmer, ಅಥವಾ 3ನೇದು ವ್ಯವಸಾಯ ಮಾಡುವಂತಹ ವ್ಯವಸಾಯಗಾರನು. 1 ಸೋಲ್ಜರ್ ಆയിട്ട് ಕಾಣಿക്കുന്നു, 1 ಸೈನಿಕರಾಗಿ 2 ತೋರಿಸುತ್ತಾರೆ, ಸ್ಪೋರ್ಟ್ಸ್ ಮ್ಯಾನ್ ಆയിട്ട് ಕಾಣಿക്കുന്നു, 2 ಒಂದು ಓಟ ಸ್ಪರ್ಧೆಯಲ್ಲಿ 3 ಫಾರ್ಮರ್ ಆയിട്ട് ಕಾಣಿക്കുന്നു, 3ನೇದು ವ್ಯವಸಾಯ ಮಾಡುವಂತಹ ರೈತ. രണ്ടാമത്തെ മൂന്നാമത്തെ ഒന്ന് വിടാൻ പോവുക നമ്മൾ. 2 ಮತ್ತೆ 3ನೇ ವಿಷಯ ಬಿಟ್ಟು ಬಿಡೋಣ. ഒന്നാമത്തെ കയറി പിടിക്കാം. 1ನೇದಕ್ಕೆ ನಾವು ಹಿಡಿಯೋಣ. എന്തോ ദൈവസഭയിലുള്ള ദൈവമക്കൾ എന്തോ ആയിട്ടാണ് ചിത്രീകരിക്കുന്നത്? ದೇವರ ಸಭೆಯ ಮಕ್ಕಳು ಯಾರಂತೆ? ഒരു സോൾജർ ആയിട്ട്, സൈനികരാಗಿ, ഒരു സൈനികനായിട്ട് അല്ലേ? സോൾജർ എന്ന് പറയുമ്പോൾ ഒരു പടയാളിയായിട്ട്, ഒരു പടയാളിയായിട്ട്, ಒಂದು ಸೈನಿಕನ ಬಗ್ಗೆ ಹೇಳುತ್ತದೆ. ഓക്കെ, അപ്പൊ ഒരു പടയാളിയായിട്ടാ ചിത്രീകരിക്കുന്നത് ദൈവസഭയിലുള്ള അംഗങ്ങളെ. ದೇವರ ಸಭೆಯ ಅಂಗಗಳನ್ನು ಒಂದು ಸೈನಿಕನ ಹಾಗೆ ಅದಕ್ಕೆ ಹೋಲಿಸಿ ಚಿತ್ರೀಕರಣ ಹೊಂದಿದೆ. ആ ഒരു പുസ്തകത്തിൽ തന്നെ ആ ഒരു പട്ടാളത്തിന്റെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ಇದೇ ಪುಸ್ತಕದಲ್ಲಿ ಸೈನಿಕರ ಅನೇಕ ಕಾರ್ಯಗಳು, ದಂಡುಗಳ ಕಾರ್ಯ ಹೇಳುತ್ತಿದೆ. പൗലോസ് തീമോഥെയോട് പറയുന്ന വാക്ക് I charge you. ಪೌಲ ತಿಮೋಥೆನಿಗೆ ಹೇಳುತ್ತಾನೆ, ನಾನು ನಿನಗೆ ಹೇಳುವ ಕಾರ್ಯ, ഞാൻ നിന്നെ ചാർജ് ചെയ്യുന്നു, ನಿನಗೆ ನಾನು ಸವಾಲೊಡ್ಡಿ ಹೇಳುವ ಕಾರ್ಯ, അതിനുള്ള ചാർജ് തരുന്നു, ನಾನು ನಿಮಗೋಸ್ಕರ ಅದಕ್ಕಿರುವಂತಹ ಸ್ಥಾನ ಕೊಡುತ್ತೇನೆ. ചാർജ് എന്നുള്ള വാക്ക് മിലിಟറി വാക്കാ. ನೋಡಿ, ಈ ಪದ ಅನ್ನುವಂಥದ್ದೇ ಒಂದು ಸೈನಿಕನಿಗೆ ಸಂಬಂಧಪಟ್ಟಂತಹ. ಫೈಟ್ ಲೈಕ್ ಎ ಗುಡ್ ಫೈಟರ್. ಮತ್ತೆ ಹೇಳುತ್ತಾನೆ, ನೀನು ಒಳ್ಳೆ ಹೋರಾಟಗಾರನಾಗಿ ಹೋರಾಡು. ഒരു പട്ടാളക്കാരനോട് പട്ടാളത്തിന്റെ നേതാവ്, പട്ടാളത്തിന്റെ മെയിൻ ലീഡർ പറഞ്ഞ ചാർജ്, ഫൈറ്റ്, ഫൈറ്റർ. ನೋಡಿ, ಒಬ್ಬ ಸೈನಿಕನಿಗೆ ಸೈನಾಧಿಪತಿ ಹೇಳುತ್ತಾನೆ, ನಾನು ನಿನಗೆ ಹೇಳುತ್ತಿದ್ದೇನೆ, ಹೋರಾಡು, ಒಬ್ಬ ಸೈನಿಕನ ಹಾಗೆ ಹೋರಾಡು. ഞാൻ പല പ്രാവശ്യം വായിച്ച ഒരു വാക്യം ഈ അടുത്ത നാളിൽ വായിച്ചപ്പോൾ അതിനകത്ത് ഒരു പ്രത്യേക മീനിങ് ഞാൻ കണ്ടു. ನಾನು ಅನೇಕ ಬಾರಿ ಓದಂತ ವಾಕ್ಯ ಈ ಹತ್ತಿರ ದಿನದಲ್ಲಿ ಓದಿದಾಗ ಒಂದು ವಿಶೇಷವಾದ ಅರ್ಥ ನನಗೆ ತಿಳಿಯಿತು. ഈ പട്ടാളം, സൈന്യമൊക്കെ ദൈവസഭയെ പറയുന്നത് ಯಾಕೆ ಸೈನಿಕರು, ಸೈನ್ಯದ ವಿಷಯವಾಗಿ ದೇವರ ಸಭೆಯ ಬಗ್ಗೆ ಹೇಳುತ್ತದೆ? ആദ്യമായിട്ട് സഭയെ കുറിച്ച് കർത്താവ് പറഞ്ഞ വാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ಪ್ರಥಮವಾಗಿ ಸಭೆಯ ಬಗ್ಗೆ ಕರ್ತನು ಹೇಳಿದ ವಿಷಯ ನಿಮಗೆ ನೆನಪುಂಟು? ആദ്യമായിട്ട് സഭയെ കുറിച്ച് കർത്താവ് പറയുന്ന ഒരു വാക്യം ನೋಡಿ, ಪ್ರಥಮವಾಗಿ ಸಭೆಯ ಬಗ್ಗೆ ಕರ್ತನು ಹೇಳುವ ಒಂದು ವಾಕ್ಯ മത്തായി 16:18. ಮತ್ತಾಯನ ಸುವಾರ್ತೆ 16ನೇ ಅಧ್ಯಾಯದ 18ನೇ ವಾಕ್ಯ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ಈ ರೀತಿ ಬರೆದಿದೆ, I will build my church. ನಾನು ನನ್ನ ಸಭೆಯನ್ನು ಕಟ್ಟುವೆ. Gates of Hades shall not overcome it. ಪಾತಾಳ ಶಕ್ತಿಗಳು ಅವುಗಳನ್ನು ಜಯಿಸಲು ಸಾಧ್ಯವಿಲ್ಲ. ഞാൻ എൻ്റെ സഭയെ പണിയും. ನಾನು ನನ್ನ ಸಭೆಯನ್ನು ಕಟ್ಟುವೆ. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ಪಾತಾಳದ ಶಕ್ತಿಗಳು ಅವುಗಳನ್ನು ಜಯಿಸಲು ಸಾಧ್ಯವಿಲ್ಲ. ഈ വാക്യത്തെ രണ്ടായി മുറിച്ചു ഒന്ന്. ಈ ವಾಕ್ಯವನ್ನು ಎರಡಾಗಿ ವಿಭಾಗಿಸಿ. ഓക്കെ, ഒന്ന്, ഞാൻ എൻ്റെ സഭയെ, ಒಂದು, ನಾನು ನನ್ನ ಸಭೆಯನ್ನು, ഒരുമിച്ച് പറയണം, ഞാൻ എൻ്റെ സഭയെ പണിയും. ನಾನು ನನ್ನ ಸಭೆಯನ್ನು ಕಟ್ಟುವೆ. രണ്ടാമത്തെ ഭാഗം, ಎರಡನೇ ಭಾಗ,
അപ്പോൾ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് പറയുമ്പോൾ ജയവും തോൽവിയും ഒരു സൈഡ് ഉണ്ട്. ನೋಡಿ, ಪಾತಾಳದ ಶಕ್ತಿಗಳು ಗೆಲ್ಲಲು ಸಾಧ್ಯವಿಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳುವಾಗ ಗೆಲುವಿದೆ, ಸೋಲಿದೆ. അപ്പോൾ ജയം തോൽവി ഉണ്ടെങ്കിൽ ഒരു പോരാട്ടമുണ്ട്. ಜಯ ಸೋಲು ಇದ್ದರೆ ಖಂಡಿತ ಒಂದು ಹೋರಾಟ ಕೂಡ ಇದೆ. നമ്മുടെ നാട്ടിൽ പറയുന്ന പോരാട്ടമല്ല ഞാൻ പറയുന്നത്, ನಮ್ಮ ಊರಿನಲ್ಲಿ ಹೇಳುವಂತ ಹೋರಾಟವಲ್ಲ ನಾನು ಹೇಳುತ್ತಿರುವುದು. ഈ പോരാട്ടം ആത്മിക യുദ്ധമാണ്. ಈ ಹೋರಾಟ ಅಂದರೆ ಆತ್ಮಿಕವಾದ ಯುದ್ಧವೇ ಸರಿ. ഞാൻ പോരാട്ടം പറയുമ്പോൾ ആത്മിക യുദ്ധമായിട്ട് നിങ്ങൾ കാണാവൂ. ನಾನು ಹೋರಾಟ ಅನ್ನುವಂತ ಪದ ಹೇಳುವಾಗ ಆತ್ಮಿಕ ಯುದ್ಧವಾಗಿ ನೀವು ಲೆಕ್ಕಿಸಬೇಕು. ഈ പദത്തെ വല്ലാതെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് നമ്മൾ. ಯಾಕಂದ್ರೆ ಈ ಪದವನ್ನು ಬಹಳ ತಪ್ಪಾದ ಅರ್ಥ ವಹಿಸಿಕೊಂಡಿದ್ದೇವೆ. അപ്പോൾ ശ്രദ്ധിക്കണം, ഒരു സ്ഥലത്ത് പണി നടക്കുക, ನೋಡಿ, ಒಂದು ಕಡೆ ಕಟ್ಟುವಿಕೆ ನಡೆಯುತ್ತಿದೆ, മറ്റേ സ്ഥലത്ത് എന്തോ നടക്കുന്നുണ്ട്, ಮತ್ತೊಂದು ಕಡೆಯಲ್ಲಿ ನಡೆಯುತ್ತಿರುವುದೇನು ಹೇಳಿ, പോരാട്ടം നടക്കുന്നുണ്ട്, ಹೋರಾಟ ನಡೆಯುತ್ತಿದೆ. അപ്പോൾ സഭയെ കുറിച്ച് ആദ്യം കർത്താവ് വെളിപ്പാട് പറഞ്ഞ എന്തോന്ന് അറിയാമോ? ಹಾಗಿದ್ದರೆ ಸಭೆಯ ಬಗ್ಗೆ ಕರ್ತನು ಕೊಟ್ಟ ಪ್ರಕಟಣೆ, ನಾನು ನನ್ನ ಸಭೆಯನ್ನು ಕಟ್ಟುವೆ, ഞാൻ എന്റെ സഭയെ പണിയും, ನಾನು ನನ್ನ ಸಭೆಯನ್ನು ಕಟ್ಟುವೆ. അപ്പോൾ പണിഞ്ഞോണ്ടിരിക്കുമ്പോൾ തന്നെ ಆ ರೀತಿ ಕಟ್ಟುತ್ತಿರುವಾಗಲೇ അതിന്റെ മറുഭാഗത്ത് വേറൊരു സംഭവം നടന്നുകൊണ്ടിരിക്കും. ಅದರ ಪಕ್ಕದ ಕಡೆ ಮತ್ತೊಂದು ಸಂಗತಿ ನಡೆಯುತ್ತಿದೆ. ബിൽഡിംഗ് ഇവിടെ നടക്കുമ്പോൾ ಇಲ್ಲಿ ಕಟ್ಟುವಿಕೆ ನಡೆಯುತ್ತಿರುವಾಗ ഇവിടെ ബാറ്റിൽ നടക്കും. ಇಲ್ಲಿ ಯುದ್ಧ ನಡೆಯುತ್ತಿದೆ. ഒരു സഭ ബിൽഡ് ആകുന്നുണ്ടെങ്കിൽ, ಒಂದು ಸಭೆ ಕಟ್ಟಲ್ಪಡುತ್ತಿದ್ದರೆ അതിന്റെ അപ്പുറം ഒരു ബാറ്റിൽ ഉണ്ട്. ಅದರ ಆಚೆ ಒಂದು ಯುದ್ಧ ನಡೆಯುತ್ತಿರುತ್ತದೆ. ഓക്കേ, ഞാൻ ആത്മിക അർത്ഥത്തിലേക്ക് ഇറങ്ങി വരട്ടെ. ಆತ್ಮಿಕ ಅರ್ಥಕ್ಕೆ ಇಳಿದು ಬರೋಣವ. ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ബാറ്റിൽ ഉണ്ട്. ನಿಮಗೆ ಕಟ್ಟಡ ಇದ್ದರೆ ಯುದ್ಧ ಇದ್ದೇ ಇರುತ್ತದೆ. ഒരു സ്ഥലത്ത് പണി നടക്കുന്നുണ്ടെങ്കിൽ പോരാട്ടം നടക്കുന്നുണ്ട്. ಒಂದು ಕಡೆ ನಿಮಗೆ ಕಟ್ಟುವಿಕೆ ಇದ್ದರೆ ಮತ್ತೊಂದು ಕಡೆ ಹೋರಾಟ ಇದ್ದೇ ಇರುತ್ತದೆ. ഏത് സഭ പണിയപ്പെടാൻ തയ്യാറാകുന്നു ആ സഭയ്ക്ക് ഒരു പോരാട്ടവും ഉണ്ട്. ಯಾವ ಸಭೆ ಕಟ್ಟಲ್ಪಡಲು ಸಿದ್ಧರಾಗುತ್ತಾರೋ ಆ ಸಭೆಗೆ ಹೋರಾಟ ಕೂಡ ಉಂಟು. ഏത് ജീവിതം പണിയപ്പെടാൻ ആഗ്രഹിക്കുന്നു ആ ജീവിതത്തിൽ ഒരു പോരാട്ടമുണ്ട്. ಯಾವ ಜೀವನ ಕಟ್ಟಲ್ಪಡಲು ಸಿದ್ಧರಾಗುತ್ತಾರೋ ಅವರಿಗೆ ಹೋರಾಟ ಕೂಡ ಇದೆ. എന്നോടൊപ്പം കയറി വരാൻ, നിങ്ങൾ ഒരുമിച്ച് കയറി വരണം. ನನ್ನೊಟ್ಟಿಗೆ ಸೇರಿ ಬನ್ನಿರಿ. പലർക്കും പോരാട്ടമില്ല, ಅನೇಕರಿಗೆ ಹೋರಾಟ ಇಲ್ಲ, അവർക്ക് പോരാട്ടം ഉണ്ടാകത്തുമില്ല. ಅನೇಕರಿಗೆ ಹೋರಾಟ ಬರುವುದೂ ಇಲ್ಲ, കാരണം അവർ പണിയപ്പെടുന്നില്ല, ಯಾಕಂದ್ರೆ ಅವರು ಕಟ್ಟಲ್ಪಡುತ್ತಿಲ್ಲ. പക്ഷേ ദൈവസഭയെ, ಆದರೆ ದೇವರ ಸಭೆಯನ್ನು എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ನನ್ನನ್ನು ಕೇಳುವ ವ್ಯಕ್ತಿಗಳೇ, കർത്താവിന്റെ കയ്യിൽ പണിയപ്പെടാൻ കൊടുക്കുവാണെങ്കിൽ ನಿನ್ನನ್ನೇ ಕರ್ತನ ಕೈಯಲ್ಲಿ ಕಟ್ಟುವಂತೆ എതിരായി പോരാട്ടങ്ങൾ ഉണ്ടാകും. ನಿನ್ನ ವಿರೋಧ ಹೋರಾಟ ಇದ್ದೇ ಇರುತ್ತದೆ. വളരുന്ന സഭയുണ്ടോ? ಬೆಳೆಯುವಂತ ಸಭೆ ಇದೆಯಾ? ആ സഭയ്ക്ക് പോരാട്ടമുണ്ട്. ಆ ಸಭೆಗೆ ಹೋರಾಟ ಇದ್ದೇ ಇರುತ್ತದೆ. വളരുന്ന ദൈവദാസന്മാരുണ്ടോ? ಬೆಳೆಯುವ ದೇವದಾಸರು ಇದ್ದಾರೆ. അയ്യോ, പണി എപ്പോഴും കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. ಅಯ್ಯೋ, ಕೇಳಿ ನೋಡಿ, ಯಾವಾಗ ತೊಂದರೆ. വളരുന്ന വിശ്വാസിയുണ്ടോ? ಬೆಳೆಯುವ ವಿಶ್ವಾಸಿ ಇದ್ದಾರಾ? നിനക്കൊരു പോരാട്ടമുണ്ട്. ನಿನಗೆ ಹೋರಾಟ ಇದೆ. പോരാട്ടം ഉണ്ടെങ്കിൽ നീ മനസ്സിലാക്കിക്കോണം. ಹೋರಾಟ ಇದ್ದರೆ ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಿ. ഞാൻ കർത്താവിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുക. ಕರ್ತನಲ್ಲಿ വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കുക. ದೇವರನ್ನು ಚಪ್ಪಾಳೆ ತಟ್ಟಿ ಸ್ತುತಿಸಿ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ, ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ. പണിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളെ, ಕಟ್ಟಲ್ಪಡಲು ಇಚ್ಛಿಸುವ ದೇವರ ഒരു ಮಗನೇ, പോർക്കളത്തിൽ ഇറങ്ങാൻ തയ്യാറായിക്കോണം. ನೀನು ಯುದ್ಧ ರಂಗದಲ್ಲಿರಲು ಸಿದ್ಧನಾಗು. ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ದೇವರನ್ನು ಕೊಂಡಾಡಲು ಸಾಧ್ಯ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ, ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ. നീ പ്രാർത്ഥന കൂട്ടുമ്പോൾ, ನೀನು ಪ್ರಾರ್ಥನೆ ಹೆಚ್ಚಿಸುವಾಗ, ആരാധന കൂട്ടുമ്പോൾ, ನಿನ್ನ ಆರಾಧನೆ ಹೆಚ್ಚಿಸುವಾಗ, ധ്യാനം കൂട്ടുമ്പോൾ, ನಿನ್ನ ವಾಕ್ಯ ಧ್ಯಾನ ಹೆಚ್ಚಿಸುವಾಗ അപ്പുറം നിനക്ക് പോരാട്ടം വന്നുകൊണ്ടിരിക്കുക. ಆಚೆ ನಿನಗೆ ಹೋರಾಟ ಬರುತ್ತಲೇ ಇರುತ್ತದೆ. ഓരോ സൈഡിൽ നിനക്ക് പോരാട്ടം വന്നുകൊണ്ടിരിക്കും. ಒಂದೊಂದು കಡೆಯಿಂದ ಹೋರಾಟ പക്ഷേ ಬರುತ್ತಿರುತ್ತದೆ. നീ ധൈര്യപ്പെടണം. ಆದ್ರೆ ಧೈರ್ಯ ಹೊಂದಿಕೊಳ್ಳಿ. കാരണം നീ പോരാടുമ്പോൾ, ಯಾಕಂದ್ರೆ ನೀನು ಹೋರಾಡುವಾಗ നീ കർത്താവ് നിന്നെ പണിതതായതുകൊണ്ട് ನಿನ್ನನ್ನು ಕರ್ತನು ಕಟ್ಟುವ ಕಾರಣ പോരാട്ടം വർദ്ധിക്കുമ്പോൾ ಹೋರಾಟ ಹೆಚ್ಚಾಗುವಾಗ നീ ഉറപ്പാക്കണം, ನೀನು ಸಿದ್ಧ ಮಾಡಿಕೊಳ್ಳಬೇಕಾದ ಕಾರ್ಯ, പാതാള ഗോപുരങ്ങൾ നിന്നെ ജയിക്കയില്ല. ಪಾತಾಳ ಶಕ್ತಿಗಳು ನಿನ್ನನ್ನು ಗೆಲ್ಲುವುದಿಲ್ಲ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ, ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. എന്റെ കർത്താവ് ഉറപ്പ് നൽകുന്നു, ನನ್ನ ಕರ್ತನು ಸಿದ್ಧತೆ ಕೊಡುತ್ತಾನೆ. പാതാള ഗോപുരങ്ങൾ നിന്നെ ജയിക്കയില്ല. ಪಾತಾಳ ಶಕ್ತಿಗಳು ನಿನ್ನನ್ನು ಜಯಿಸುವುದಿಲ್ಲ. അങ്ങ് സന്തോഷമുള്ള ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ಸಂತೋಷ ಇರುವವರು ದೇವರನ್ನು ಕೊಂಡಾಡಿ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു കാര്യം നിശ്ചയമാണ്. ಹಾಗಿದ್ದರೆ ಒಂದು ಕಾರ್ಯ ನಿಶ್ಚಯ. പോരാട്ടം വരട്ടെ, ಹೋರಾಟ ಬರಲಿ, എന്തോ വേണമെങ്കിലും വരട്ടെ, ಏನಾದರೂ ಬರಲಿ, ನೋಡೋಣ. പടയിൽ ചേർത്തവൻ കൂടെ ഉള്ളിടത്തോളം കാലം
ഒരു പോരാട്ടവും എന്റെ മേൽ ഫലിക്കയില്ല. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അത് ജയിക്കയില്ല. ಸೈನ್ಯವನ್ನು ಸೇರಿಸಿದವನು ನಮ್ಮ ಜೊತೆ ಇದ್ದಾನೆ. ಸ್ವಾಮಿ ಹೇಳಿದ ಮಾತು, ನಾನು ಸಭೆ ಕಟ್ಟುತ್ತೇನೆ, ಪಾತಾಳ ಶಕ್ತಿ ಅವುಗಳನ್ನು ಜಯಿಸುವುದಿಲ್ಲ. Hallelujah. 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 ജീവിതത്തിൽ പോരാട്ടം വരുന്നുണ്ടോ? ಜೀವನದಲ್ಲಿ ಹೋರಾಟ ಬರುತ್ತಿದೆಯಾ? ചലഞ്ച് വരുന്നുണ്ടോ? ಸವಾಲುಗಳು ಬರುತ್ತಿದೆಯಾ? അത് കണ്ട് നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ಹಾಗಿದ್ರೆ ಭಾರ ಹೊಂದಬೇಡ. അത് നല്ല ലക്ഷണമാ. ಅದು ಒಳ್ಳೆ ಒಂದು ಗುರುತೇ അത് ಆಗಿದೆ. നല്ല ലക്ഷണമാ. ಅದು ಒಳ್ಳೆ ಒಂದು ಗುರುತೇ ನೋಡಿ. കർത്താവിന്റെ കയ്യിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുക. ನೀನು ಕರ್ತನ ಕೈಯಲ್ಲಿ ಕಟ್ಟಲ್ಪಡುತ್ತಿದ್ದೀ. ഇന്നും പ്രശ്നത്തിന്റെ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ കടന്നു പോകുന്ന ദൈവ പൈതങ്ങളോട്, ദൈവദാസന്മാരോട്, സഭയോട് ദൈവത്തെ അപ്പാവ് ദൂതറിയിക്കുന്നു. ಇಂದು ಸಮಸ್ಯೆಯಲ್ಲಿ ಸಾದು ಹೋಗುವಂತ ದೇವರ ದಾಸರ ಬಳಿಯಲ್ಲಿ ದೇವರ ಮಕ್ಕಳಲ್ಲಿ ದೇವೋಕ್ತಿ ಬರುತ್ತಿದೆ. നിന്റെ ശുശ്രൂഷയുടെ രംഗം മാറുന്നതനുസരിച്ച്, ನಿನ್ನ ಸೇವೆಯ ರಂಗ ನೀಗುವ ತರ, ശുശ്രൂഷയുടെ പടി മാറുന്നതനുസരിച്ച് ಸೇವೆಯ ಕಟ್ಟುವಿಕೆ ಮಾರ್ಪಡುವ ಹಾಗೆ പോരാട്ടം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ಹೋರಾಟಗಳು ಹೆಚ್ಚುತ್ತಿರುತ್ತದೆ ನೋಡಿ. പക്ഷേ ഇന്ന് ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കും. ಆದ್ರೆ ಸಿದ್ಧತೆಯಿಂದ ಧೈರ್ಯವಾಗಿರಬೇಕು. ഏത് പോരാട്ടം വന്നോട്ടെ, ಏನೇ ಹೋರಾಟ ಬರಲಿ, വിളിച്ചവൻ എന്നോട് കൂടെയുണ്ട്. ಕರೆದವൻ ನನ್ನ ಜೊತೆ ಇದ್ದಾನೆ. ಆ ಚಪ್ಪಾಳೆ ತಟ್ಟಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡಿ. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ಈ ವಾಕ್ಯ ಕೇಳುವಾಗಲೇ ദൂതന് ഇറങ്ങി വരട്ടെ. ಈಗ ದೇವದೂತರು ಬರಲಿ. ദൂതന് ഇറങ്ങി വരട്ടെ. ಅದು ಈ ದೇವೋಕ್ತಿ ಬರಲಿ. ദൂതന് ഇറങ്ങി വരട്ടെ. ಈ ದೇವೋಕ್ತಿ ಒಳಗೆ ಬರಲಿ. Praise God. ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ. വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. ಬೇಗನೆ ಮುಂದಕ್ಕೆ ಸಾಗೋಣ. ഈ ആർമി ജയം കൊണ്ടാടണമെങ്കിൽ, ಈ ಸೈನ್ಯವು ಜಯ ಘೋಷಿಸಬೇಕಿದ್ದರೆ, സഭ ജയിക്കുന്ന സഭയായി മാറണമെങ്കിൽ, ಸಭೆ ಜಯಿಸುವ ಸಭೆಯಾಗಿ ಮಾರ್ಪಡಬೇಕಿದ್ದರೆ, കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടേണ്ട സഭയായി മാറണമെങ്കിൽ, ಕರ್ತನ ಬರವಣಿಗೆಯಲ್ಲಿ ಕೊಂಡಲ್ಪಟ್ಟು ಹೋಗುವಂತ ಸಭೆಯಾಗಿ ಮಾರ್ಪಡಬೇಕಿದ್ದರೆ, ഇതൊരു പ്രത്യേക സൈന്യമായി മാറണം. ಇದು ಒಂದು ವಿಶೇಷ ಸೈನ್ಯವಾಗಿ ಮಾರ್ಪಡಬೇಕು. ഈ സൈന്യം അല്ലെങ്കിൽ ദൈവസഭ എന്നുള്ള സൈന്യം മനസ്സിലാക്കേണ്ട 10 ಬೇಸಿಕ್ಸ್ ഉണ്ട്. ನೋಡಿ, ಈ ದೇವರ ಸಭೆ ಅಥವಾ ಸೈನ್ಯ ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಬೇಕಾದಂತ 10 ತಾಳವಾರಿಕವಾದ ಕಾರ್ಯಗಳಿವೆ. 10 ಬೇಸಿಕ್ ഉണ്ടെങ്കിലേ ഈ സഭ അല്ലെങ്കിൽ ഈ സൈന്യം ജയം പ്രാപിക്കുന്നു. ಈ 10 ಕಾರ್ಯಗಳು ಈ ಸಭೆಗಿದ್ದರೆ ಮಾತ್ರವೇ ಜಯ ಹೊಂದಲು ಸಾಧ್ಯ. ഏത് സഭയും ജയം പ്രാപിക്കുന്ന സഭയല്ല. ಯಾವ ಸಭೆಯಾದ್ರೂ ಜಯ ಹೊಂದುವ ಸಭೆ ಅಲ್ಲ ನೋಡಿ. യേശു പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. ಯೇಸು ಹೇಳಿದ ಕಾರ್ಯ ಗಮನದಲ್ಲಿಟ್ಟುಕೊಳ್ಳಿ. ഞാൻ എന്റെ സഭയെ പണിയും. ನಾನು ನನ್ನ ಸಭೆಯನ್ನು ಕಟ್ಟುತ್ತೇನೆ. കർത്താവ് പണിയുന്ന സഭയെ ജയിക്കത്തുള്ളൂ. ಕರ್ತನು ಕಟ್ಟುವ ಸಭೆ ಮಾತ್ರ ಗೆಲ್ಲುವುದು. നീയും ഞാനും പണിയുന്ന സഭയൊന്നും ജയിക്കത്തില്ല. ನೀವು ನಾನು ಕಟ್ಟುವ ಸಭೆ ಏನು ಗೆಲ್ಲುವುದಿಲ್ಲ. അത് ജയിക്കണം നിർബന്ധവും വെക്കണ്ട. ಅದು ಗೆಲ್ಲಬೇಕೆನ್ನುವಂತ ಒತ್ತಡ ಕೂಡ കർത്താവ് ಇಡಬೇಡಿ. പണിയുന്ന സഭ ജയിച്ചിരിക്കും. ಕರ್ತನು ಕಟ್ಟುವ ಸಭೆ ಗೆದ್ದಿರುತ್ತದೆ. പക്ഷെ കർത്താവ് എങ്ങനത്തെ സഭയാ പണിയുന്നത്? ಆದ್ರೆ ಕರ್ತನು ಎಂತ ಸಭೆಯನ್ನು ಕಟ್ಟುತ್ತಾನೆ? വേദപുസ്തകത്തിൽ അതൊരു 10 ಬೇಸಿಕ್ പറയാം. ಸತ್ಯವೇದ ಮೂಲಕ 10 ತಾಳವಾರಿಕವಾದ ಕಾರ್ಯಗಳು ಹೇಳುತ್ತೇನೆ. സമയം അനുസരിച്ച് 10 പറ്റിയില്ലെങ്കിൽ പറയാൻ പറ്റുന്ന പറയാം. ನೋಡಿ, ನನ್ನ ಸಮಯದ ಪ್ರಕಾರ 10 ಆಗದಿದ್ದರೆ ಆಗುವಷ್ಟು ಮಟ್ಟಿಗೆ ಹೇಳುತ್ತೇನೆ. ഒന്നാമത്തെ ಬೇಸಿಕ್, ಒಂದನೇ ತಾಳ್ವಾರಿಕವಾದ ಕಾರ್ಯ. ഈ മിലിಟറിക്ക് ഒന്നാമത്തെ ಬೇಸಿಕ್, ಈ ಒಂದು ಸೈನ್ಯಕ್ಕೆ ಮೊದಲನೇ ಕಾರ್ಯ നമ്മുടെ കമാൻഡർ ഇൻ ചീഫ് ജീസസ് ക്രൈസ്റ്റ്. ನಮ್ಮ ಮುಖ್ಯ ಅಧಿಪತಿಯಾದವನು ಸೇನಾಧಿಪತಿ ಯೇಸು ಕ್ರಿಸ್ತನಾಗಿರಬೇಕು. നമ്മുടെ സേനയുടെ അധിപനായിരിക്കുന്നത് യേശു കർത്താവാ. ನಮ್ಮ ಸೈನ್ಯದ ಅಧಿಪತಿ ಯೇಸು ಕರ್ತನಾಗಿರಬೇಕು. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 3-4 വാക്യത്തിൽ 2 ತಿಮೋತಿ 2ನೇ ಅಧ್ಯಾಯದ 3-4ನೇ ವಾಕ್ಯ. അവിടെ ഇങ്ങനെ എഴുതിയ sharing the suffering as a good soldier of Jesus Christ, no soldiers entangled in civilian pursuits, since his aim is to please the one who enlisted. ಯೇಸು ಕ್ರಿಸ್ತನ ಒಳ್ಳೆ ಸೈನಿಕನಂತೆ ನನ್ನೊಂದಿಗೆ ಶ್ರಮೆಯನ್ನು ಅನುಭವಿಸಿರಿ. ಯುದ್ಧಕ್ಕೆ ಹೋಗುವ ಸೈನಿಕನು ಲೋಕ ವ್ಯವಹಾರಕ್ಕೆ ಸಿಕ್ಕಿಕೊಳ್ಳದೆ ತನ್ನನ್ನು ಸೈನ್ಯದಲ್ಲಿ ಸೇರಿಸಿಕೊಂಡವನನ್ನು ಮೆಚ್ಚಿಸುವುದಕ್ಕೆ ಪ್ರಯಾಸ ಪಡುತ್ತಾನಲ್ಲವೇ? ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി. ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി. അപ്പോൾ ഈ ഭടൻ, ഈ സോൾജിയർ, അത് ആരുടെ സോൾജിയർ ആകുന്നു? ನೋಡಿ, ಈ ಸೈನಿಕನು ಯಾರ ಸೈನಿಕ ಹೇಳಿ? ആമേൻ. അപ്പോൾ ഈ സഭയുടെ ഏറ്റവും മുഖ്യനായി ആരായിരിക്കുന്നു? ಈ ಸಭೆಯ ಬಹಳ ಪ್ರಾಮುಖ್ಯನು ಯಾರು ಹೇಳಿ? യേശു ക്രിസ്തു. യേശു ക്രിಸ್ತನು. അങ്ങനാണെങ്കിൽ സേനയ്ക്കകത്തിരിക്കുന്ന ദൈവമക്കളെ സൈനികനായിട്ട് ഒരു പടയാളിയായിട്ട് നാം നിൽക്കുമ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്റെ ചീഫ് കമാൻഡർ യേശു കർത്താവത്രേ. ಹಾಗಿದ್ದರೆ ಸೈನ್ಯದ ಒಳಗೆ ಸೈನಿಕನಾಗಿ ನಿಂತಿರುವ ದೇವರ ಮಕ್ಕಳು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಬೇಕಾದ ವಿಷಯ, ನನ್ನ ಪ್ರಾಮುಖ್ಯನಾದಂತ ಸೇನಾಧಿಪತಿಯು ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನು. അർത്ഥം എന്താകുന്നു? ಅದರ ಅರ್ಥವೇನೆಂದರೆ, അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ಅದರ
ಅರ್ಥವೇನೆಂದು ಕೇಳಿದರೆ എന്റെ ജീവിതത്തിന്റെ എല്ലാ പോർക്കളയിലും ನನ್ನ ಜೀವನದ ಎಲ್ಲ ಹೋರಾಟಗಳಲ್ಲಿ എല്ലാ പോരാട്ടത്തിന്റെ മധ്യത്തിലും ಎಲ್ಲ ಹೋರಾಟದ എല്ലാ ಮಧ್ಯದಲ್ಲಿಯೂ യുദ്ധത്തിന്റെ മധ്യത്തിലും ನನ್ನ ಯುದ್ಧದ ಮಧ್ಯದಲ್ಲಿಯೂ എന്റെ പദ്ധതി പ്രകാരമല്ല ഞാൻ യുദ്ധം ചെയ്യുന്നത്. ನನ್ನ ಪದ್ಧತಿಯ ಪ್ರಕಾರವಲ್ಲ ನಾನು ഞാൻ ಸಾಗುತ್ತಿರುವುದು. യുദ്ധം ചെയ്യുന്നത് ನಾನು ಯುದ್ಧ ಮಾಡುವುದು എന്റെ ബുദ്ധി പ്രകാരമല്ല, ನನ್ನ ಬುದ್ಧಿಯ ಪ್ರಕಾರವಲ್ಲ, എന്റെ കഴിവ് പ്രകാരമല്ല. ನನ್ನ ಸಾಮರ್ಥ್ಯದ പക്ഷെ ಪ್ರಕಾರ. എനിക്കൊരു കമാൻഡർ ഇൻ ചീഫ് ഉണ്ട്. ನನಗೋಸ್ಕರ ಸೇನಾಧಿಪತಿ എന്നെ ഈ ಮುಖ್ಯಸ್ಥನಿದ್ದಾನೆ. പടയ്ക്കകത്ത് ചേർത്തവനുണ്ട്. ನನ್ನನ್ನು ಈ ಸೈನ್ಯದೊಳಗೆ ആ ಸೇರಿಸಿದವನಿದ್ದಾನೆ. ചേർത്തവനെ പ്രസാദിപ്പിക്കുന്ന സ്റ്റെപ്പ് മാത്രമേ ഒരു ദൈവസഭയ്ക്കകത്ത് ദൈവസഭയുടെ പടയാളി എടുക്കത്തുള്ളൂ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങൾ തട്ടി ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ ಒಂದು പറ്റുമോ? ಸೇನಾಧಿಪತಿ ಮೆಚ್ಚುವಂತ ಕಾರ್ಯಗಳನ್ನು ಮಾತ್ರ ಸೈನಿಕನು ಮಾಡುವುದನ್ನು ಸಭಿಕರು ಮಾಡುವುದು ನಂಬುವರು ದೇವರನ್ನು ಕೊಂಡಾಡಿ. Praise God. ದೇವರಿಗೆ ಸ್ತೋತ್ರ, Praise God. ದೇವರಿಗೆ ಸ್ತೋತ್ರ, Praise God. ದೇವರಿಗೆ ಸ್ತೋತ್ರ. നമ്മുടെ കമാൻഡർ ഇൻ ചീഫ് ജീസസ് ആകുന്നു. ನಮ್ಮ ಸೇನಾಧಿಪತಿ ಯೇಸು യേശു ಕ್ರಿಸ್ತನಾಗಿದ್ದಾನೆ. കർത്താവാകുന്നു. ಯೇಸು ಕರ್ತನಾಗಿದ್ದಾನೆ. അവൻ കമാൻഡർ ഇൻ ചീഫ് ആണെങ്കിൽ ಆತನು ಸೇನಾಧಿಪತಿಯಾಗಿದ್ದರೆ പിന്നെ എനിക്ക് എന്തുവാ പേടിക്കാനുള്ളത്? ಇನ್ನು ಯಾವುದರ ಬಗ್ಗೆ ನನಗೆ ಭಯ? ഏത് ശത്രുവും വന്നോട്ടെ, ಯಾವ ಶತ್ರುವಾದರೂ ಬರಲಿ, ഏത് തീയമ്പും വന്നോട്ടെ, ಯಾವ ಬೆಂಕಿ ಬಾಣಗಳು ಬರಲಿ, ഏത് മാജിക്കും വന്നോട്ടെ, ಯಾವ ಮಾಟಗಳು ಬರಲಿ, ഏത് ബ്ലാക്ക് മാജിക് വന്നോട്ടെ, ಯಾವ ಮಂತ್ರಗಳು ಬರಲಿ, ഏത് ഭൂതം വന്നോട്ടെ, ಎಂತಹ ಪೂಜೆಗಳು ഏത് ಬಂದರು, കെട്ടും വന്നോട്ടെ, ಎಂತ ಕಟ್ಟುಗಳು ಬಂದರೂ ಸರಿ, പടയിൽ കൂടി ചേർത്തവൻ കൂടെ ഉള്ളത് കൊണ്ട് ಸೈನ್ಯವನ್ನು കൂടി ಕೂಡಿಸಿದವನು ചേർത്തവൻ ಜೊತೆಯಿದ್ದಾನೆ. എന്നെ സഹായിക്കും, അവൻ എന്നെ വിടുവിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് ഭയം മാറട്ടെ, ഭയം മാറട്ടെ, ഭയം പുറത്തിറങ്ങട്ടെ. നിന്റെ മേൽ വ്യാപരിക്കുന്ന ശക്തി നിന്റെ കമാൻഡർ ഇൻ ചീഫിന്റെ ശക്തിയാകിയാൽ നീ ദൈവത്തെ സ്തുതിച്ചോന്ന്. ಸೈನ್ಯವನ್ನು ಸೇರಿಸಿದವನು ನಮ್ಮ ಜೊತೆ ಇರುವ ಕಾರಣ ನಿಮ್ಮ ಭಯ ನೀಗಲಿ, ಭಯ ನೀಗಲಿ, ನಿಮ್ಮ ಭಯ ನೀಗಿ ಸೇನಾಧಿಪತಿ ನಿಮ್ಮ ಜೊತೆ ಇದ್ದಾನೆ ಎನ್ನುವಂತ ಸಿದ್ಧತೆ ನಿಮಗಿರಲಿ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ഒരുത്തൻ അതിലേക്കൂടി പോയാൽ നീ ഭയപ്പെടണ്ട. ಒಬ್ಬನು ಆಚೆ ನಿಮ್ಮನ್ನು ದಾಟಿ ಹೋದ್ರೆ ನೀವು ಭಯ ಪಡಬೇಕಿಲ್ಲ. രണ്ട് നാരങ്ങ മുറിച്ചു വെച്ചാൽ കൊണ്ട് നീ ഭാരപ്പെടണ്ട. ಎರಡು ನಿಂಬೆಹಣ್ಣನ್ನು ಕತ್ತರಿಸಿ ನಿನ್ನ ಮುಂದೆ ಮಡಗಿದ್ರೆ ನೀನು ಭಯ ಪಡಬೇಕಿಲ್ಲ. പച്ചമുട്ട അവിടെ എവിടെയും കണ്ടോണ്ട് നീ ഭയപ്പെടണ്ട. ಅಲ್ಲಿ ಇಲ್ಲಿ ಕೋಳಿ ಮೊಟ್ಟೆಗಳನ್ನು ತಂದಿಟ್ಟಿದ್ದಾರೆ ಎಂಬುದಾಗಿ ಭಯ ಪಡಬೇಡ. ഇത് വേറെ സൈന്യം മാത്രമേ. ಇದು ಬೇರೆ ಸೈನ್ಯವೇ. ഇത് ലോകത്തിന്റെ സൈന്യമല്ല. ಇದು ಲೋಕದ ഇത് ಸೈನ್ಯವಲ್ಲ. ലോകത്തിന്റെ സൈന്യമല്ല. ಇದು ಲೋಕದ ಸೈನ್ಯವಲ್ಲ. ചോര വെറുതെ ചോരയല്ല. ಇದು ಬೆರಿ ನಮ್ಮ ಈ ರಕ್ತ ಸಾಮಾನ್ಯವಾದ ഇത് യേശു കർത്താവിന്റെ ക്രൂശിലെ ചോര. അതാ എന്നിൽ കൂടി നിന്നിൽ കൂടി വ്യാപരിക്കുന്നത്. ಯೇಸು ಕ್ರಿಸ್ತನ ರಕ್ತವಷ್ಟೇ ನನ್ನಿಂದ ನಿನ್ನಿಂದ ಸಾಗುತ್ತಿರುವುದು. ആ ചോരന്റെ ഓരോ ഡ്രോപ്പിലും ഉണ്ട് ദൈവശക്തി. ಆ ರಕ್ತದ ಒಂದೊಂದು ಹನಿಯಲ್ಲಿಯೂ ದೇವರ ಶಕ್ತಿ ಇದೆ. ആ യേശു കർത്താവ് സ്തോത്രം ചെയ്തു വന്ന ಆ ಯೇಸುವನ್ನು ಸ್ತೋತ್ರ ಮಾಡಿ, ആ ചീഫ് കമാൻഡർ സ്തോത്രം ചെയ്തു വന്ന ಆ ಮುಖ್ಯ ಸೇನಾಧಿಪತಿಗೆ ಸ್ತೋತ್ರ ഇന്ന് ಮಾಡಿ. ഭയം മാറട്ടെ. ನಿನ್ನ ಭಯ ನೀಗಲಿ, സഭയ്ക്കകത്ത് ഭയം മാറട്ടെ. ಸಭಿಕರ ಭಯ ನೀಗಲಿ. ലോകം AK-47 വരട്ടെ. ಲೋಕ AK-47 ನೋಡನೆ ಬರಲಿ. ഇവിടുത്തെ സകല മിലിറ്ററി ഇറങ്ങട്ടെ. ಇಲ್ಲಿರುವ ಎಲ್ಲ ಸೈನಿಕರು ಇಳಿಯಲಿ. പക്ഷേ ഈ ഒരു മിലിറ്ററിക്ക് വ്യത്യാസമുണ്ട്. ಆದ್ರೆ ಈ ಸೈನ್ಯಕ್ಕೆ ಒಂದು ನಿರೀಕ್ಷೆ ಇದೆ. ഭയപ്പെടുന്നവനല്ല ഈ സൈന്യം. ಭಯ ಪಡುವವರಲ್ಲ ಈ ಸೈನ್ಯ. ചെറിയ കൂട്ടമേ ഭയപ്പെടേണ്ട. ಸಣ್ಣ ಗುಂಪೆ ಭಯ ಪಡಬೇಡ. നമ്മുടെ നാഥൻ യേശു കർത്താവത്രേ. ನಮ್ಮ ಯೇಸು ಕರ್ತನು ಜೊತೆ ಇದ್ದಾನೆ. ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? ಮತ್ತೊಮ್ಮೆ ದೇವರನ್ನು ಕೊಂಡಾಡಿ. എനിക്ക് വേഗത്തിൽ ഓടണം. 10 കാര്യമുണ്ടല്ലോ. ನನಗೆ ಬೇಗನೆ ಓಡಬೇಕು, 10 ಸಂಗತಿಗಳಿವೆ. നിന്ന് പല കാര്യം പറയണം അവിടെ ഉണ്ട്. ಇಂದು ನಿಂತು ಅನೇಕ ಕಾರ್ಯ ಹೇಳಬೇಕೆಂಬುದಾಗಿದೆ. മുൻപോട്ട് പോകാം. ಆದ್ರೆ ಮುಂದಕ್ಕೆ ಹೋಗೋಣವಾ. മിലിറ്ററിയുടെ രണ്ടാമത്തെ കാര്യം, ಈ ಸೈನ್ಯದ ಎರಡನೇ ಕಾರ್ಯ, എല്ലാ മിലിറ്ററിക്ക് ഒരു ഫ്ലാഗ് ഉണ്ട്. ಎಲ್ಲ ಸೈನ್ಯಕ್ಕೂ ಒಂದು ಧ್ವಜ ಇದ್ದೇ ಇರುತ್ತದೆ. ഈ മിലിറ്ററിക്ക് ഒരു ഫ്ലാഗ് ഉണ്ട്. ಈ ಸೈನ್ಯಕ್ಕೆ ಒಂದು ಧ್ವಜ ಇದೆ. ആ ഫ്ലാഗ് ഒന്ന് നോക്കാം എന്തുവാണെന്ന്. ಆ ಧ್ವಜ ಏನು ನೋಡೋಣವಾ. Song of Solomon, ಪರಮಗೀತೆಗಳು chapter 2 and verse 4. 2ನೇ ಅಧ್ಯಾಯದ 4ನೇ ವಾಕ್ಯ. ഇംഗ്ലീഷ് ഇങ്ങനെ വായിക്കുന്നത്, he brought me to the banquet ಆತನು ನನ್ನನ್ನು house and his banner over me is love. ನನ್ನ ಮೇಲೆ ಆತನು ಹತ್ತಿದ ಧ್ವಜವು ಪ್ರೀತಿಯೇ. മലയാളത്തിൽ അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് ചെന്നു. എന്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. എന്റെ മീതെ അവൻ പിടിച്ചിരിക്കുന്ന കൊടി ഏതാ?
സ്നേഹമായിരുന്നു. ഈ സൈന്യത്തിന് ഒരു കൊടിയുണ്ട്. ಈ ಸೈನ್ಯಕ್ಕೆ ಒಂದು ಧ್ವಜ ಇದೆ. ആ കൊടിയിലെ ഈ സൈന്യം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ಈ ಧ್ವಜ ಇದ್ದರೆ ಮಾತ್ರವೇ ಈ ಸೈನ್ಯ അത് ಮುಂದೆ ಸಾಗಲು എന്താ ಸಾಧ್ಯ. സ്നേഹത്തിന്റെ ಅದೇನು ಹೇಳಿ? കൊടിയാ. ಪ್ರೀತಿಯ ಧ್ವಜ. സത്യ സഭയാണോ? ಸತ್ಯ ಸಭೆಯ ನಿಮ್ಮದು. അതിന്റെ കൊടി മത്സരമല്ല. ಅದರ ಧ್ವಜ ಈಗೋ ಸವಾಲೊಡ್ಡುವುದಲ್ಲ. അതിന്റെ കൊടി വഴക്കല്ല. ಅದರ ಧ್ವಜ ಜಗಳಾಟವಲ್ಲ. അതിന്റെ കൊടി ജലസല്ല. ಅದರ ಧ್ವಜ ಹೊಟ್ಟೆ ಕಿಚ್ಚಲ್ಲ. അതിന്റെ കൊടി തമ്മിൽ ഏറ്റുമുട്ടലല്ല. ಅದರ ಧ್ವಜ ಪರಸ್ಪರ ಹೋರಾಡುವುದಲ್ಲ. അങ്ങനത്തെ സഭയല്ല കർത്താവാക്കി വെച്ചത്. ಅಂತಹ ಸಭೆಯಲ್ಲ ಕರ್ತನು പക്ഷേ ഈ ನಿಲ್ಲಿಸಿರುವುದು. നാളുകൾ ദൈവസഭയ്ക്ക് ഒരു കൊടി ഉയരണം. ಈ ದಿನಗಳಲ್ಲಿ ದೇವರ ಸಭೆಯ ಒಳಗೆ ಒಂದು ಧ್ವಜ ಏರಬೇಕು. കുടുംബങ്ങളുടെ ഉള്ളിൽ ഒരു കൊടി ഉയരണം. ಕುಟುಂಬಗಳಲ್ಲಿ ಒಂದು ಧ್ವಜ ಹಾರಬೇಕು. ദൈവദാസന്മാരുടെ മധ്യത്തിൽ കൊടി ഉയരണം. ದೇವದಾಸರುಗಳ ಮಧ್ಯದಲ್ಲಿ ಒಂದು ಧ್ವಜ അത് ಹಾರಬೇಕು. സ്നേഹത്തിന്റെ കൊടിയായിക്കോട്ടെ. ಅದು ಪ್ರೀತಿಯ അത് ಧ್ವಜವಾಗಿರಲಿ. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തോത്രം ചെയ്തു. ನಂಬುವವರು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡಿ. ഹല്ലേലൂയ ಹಲ್ಲೆಲೂಯ ഹല്ലേലൂയ ಹಲ್ಲೆಲೂಯ. ദൈവസഭ മത്സരത്തിന്റെ സഭയല്ല. ದೇವರ ಸಭೆ ಸವಾಲೊಡ್ಡುವ ಸಭೆಯಲ್ಲ. നമ്മുടെ ശുശ്രൂഷ മത്സരത്തിന്റെ ശുശ്രൂഷയല്ല. ನಮ್ಮ ಸೇವೆ ಸವಾಲೊಡ್ಡು ಮಾಡುವಂತ ಸೇವೆಯಲ್ಲ. മറ്റുള്ളവന്റെ മണ്ടൽ കേറിയല്ല നാം ശുശ്രൂഷ സ്ഥാപിക്കുന്നത്. ಮತ್ತೊಬ್ಬನ ತಲೆಯ ಮೇಲೆ ಏರಿ ಎಲ್ಲ ನಾವು ಸೇವೆ മറ്റുള്ള സഭയെ പൊട്ടിച്ചിട്ടല്ല നാം ശുശ്രൂഷ സ്ഥാപിക്കുന്നത്. ಮತ್ತೊಂದು ಸಭೆಯನ್ನು ಒಡೆದಲ್ಲ ನಮ್ಮ ಸೇವೆ ನಾವು ಪ್ರಾರಂಭಿಸುವುದು. പക്ഷേ ക്രിസ്തു സേനാധിപനാണെങ്കിൽ, ನೀವು ಕ್ರಿಸ್ತನು ನಿಮ್ಮ നീ ಸೇನಾಧಿಪತಿಯಾಗಿದ್ದರೆ, ദൈവത്തിന്റെ സൈന്യമാണെങ്കിൽ ನೀನು ಆ ದೇವರ നമുക്ക് ಸೈನಿಕನಾಗಿದ್ದರೆ ഒറ്റ ബാനറേ ഉള്ളൂ. ನಮಗೆ ಒಂದೇ ಒಂದು ಧ್ವಜ. അത് സ്നേഹത്തിന്റെ ಅದು കൊടിയത്രേ. ಪ್ರೀತಿಯ ಧ್ವಜ. അങ്ങനത്തെ സഭയെ കൊണ്ടുവരാനാ കർത്താവ് വരുന്നത്. ಅಂತಹ ಸಭೆಯನ್ನು ಕೊಂಡೊಯ್ಯಲು ಕರ್ತನು ಬರುತ್ತಾನೆ. സ്നേഹമില്ലാത്ത സഭ ദൈവത്തിന്റെ സഭയല്ല. ಪ್ರೀತಿ ಇಲ್ಲದೆ ಇರುವ ಸಭೆ ದೇವರ ಸಭೆಯಲ್ಲ. സ്നേഹമില്ലാത്ത ശുശ്രൂഷ ദൈവിക ശുശ്രൂഷയല്ല. ಪ್ರೀತಿ ಇಲ್ಲದೆ ಇರುವ ಸೇವೆ ದೈವಿಕ ಸೇವೆ ಅಲ್ಲ. സ്നേഹമില്ലാത്ത കുടുംബം ദൈവത്തിന്റെ കുടുംബമല്ല. ಪ್ರೀತಿ ಇಲ್ಲದೆ ಇರುವ ಕುಟುಂಬ ದೇವರ ಕುಟುಂಬವೇ ಅಲ್ಲ. എന്നോടൊപ്പം യോജിക്കുന്നുണ്ടെങ്കിൽ ആ കരങ്ങൾ തട്ടി ദൈവത്തെ സ്തുതിക്കാമോ? ನನ್ನೊಡನೆ ಜೋಡಿಸಿ Hallelujah. ಚಪ್ಪಾಳೆ ತಟ್ಟಿರಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. നാം ദൈവത്തിന്റെ സൈന്യമത്രേ. ನಾವು ದೇವರ ಸೈನಿಕರಷ್ಟೇ. നമ്മുടെ കൊടി സ്നേഹത്തിന്റെ കൊടിയാണ്. ನಮ್ಮ ಧ್ವಜ ಪ್ರೀತಿಯ ಧ್ವಜ. എനിക്ക് ഇമ്പോർട്ടന്റ് ആയ ചില കാര്യം ഉള്ളത് കൊണ്ട് ഞാൻ മുൻപോട്ട് വേഗം പോകുന്നത്. ನನಗೆ ಪ್ರಾಮುಖ್ಯವಾದ ಕೆಲವು ಕಾರ್ಯಗಳಿರುವ ಕಾರಣ ಮುಂದಕ್ಕೆ ಬೇಗನೆ ಹೋಗುತ್ತೇನೆ. സ്നേഹത്തിന്റെ കൊടിയുടെ ഒരു ഉദാഹരണം ഒന്ന് പറയണമെന്നുണ്ട്. ಪ್ರೀತಿಯ ಧ್ವಜದ ಒಂದು ಉದಾಹರಣೆ ಹೇಳುತ್ತೇನೆ നമ്മൾ ಕೇಳಿ. എപ്പോഴും പ്രസംഗിക്കുന്ന ഒരു ഭാഗം പെന്തക്കോസ്ത് ശക്തി. ನಾವು ಯಾವಾಗಲೂ ಪ್ರಸಂಗ ಮಾಡುವ ಕಾರ್ಯ ಪಂಚಾಶತಮದ ಶಕ್ತಿ. നമ്മുടെ മിക്കവാറും പ്രസംഗങ്ങൾ 2-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൽ ആരംഭിക്കും, അതിൽ തന്നെ അവസാനിക്കും. ನೋಡಿ, ನಮ್ಮ ಸಾಮಾನ್ಯವಾದ ಪ್ರಸಂಗಗಳು ಅಪೊಸ್ತಲ ಕೃತ್ಯಗಳು 2ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಪ್ರಾರಂಭಿಸುತ್ತೇವೆ, ಅದರಲ್ಲೇ ಮುಗಿಸುತ್ತೇವೆ. പെന്തക്കോസ്ത് ശക്തി ഇറങ്ങി. ಪಂಚಾಶತಮದ ಶಕ್ತಿ ಇಳಿಯುತ್ತದೆ. പക്ഷേ അത്ഭുതം 2-ാം അധ്യായത്തിലല്ല, അത്ഭുതം 3-ാം അധ്യായത്തിൽ. ಆದ್ರೆ ಅದ್ಭುತ ನಡೆದಿದ್ದು 2ನೇ ಅಧ್ಯಾಯವಲ್ಲ, 3ನೇ ಅಧ್ಯಾಯದಲ್ಲಿ. നിങ്ങൾ അത് അതുപോലെ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല. ನೀವು ಅದನ್ನು ಗಮನಿಸಿದ್ದೀರೋ ನನಗೆ ಗೊತ್ತಿಲ್ಲ. ഞാൻ ശ്രദ്ധിച്ച ഒരു ഭാഗം പറയാൻ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കും. ನಾನು ಗಮನಿಸಿದ ಒಂದು ಸಂಗತಿ ಹೇಳುತ್ತೇನೆ, ನೀವು ಗಮನಿಸಿರಬಹುದು. ആത്മശക്തിയൊക്കെ 2-ാം അധ്യായത്തിൽ ഇറങ്ങി. ಆತ್ಮಶಕ್ತಿ 2ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಬಂತು. അവർ ഭയങ്കര ശക്തിപ്പെട്ടു. ಬಹಳ ಶಕ್ತಯುಕ್ತರಾದರು. പെന്തക്കോസ്ത് ശക്തി ഇറങ്ങി വന്നു. ಪಂಚಾಶತಮದ ಅಭಿಷೇಕ ಬಂದಿತ್ತು. 3-ാം അധ്യായത്തിൽ അത്ഭുതം പറയട്ടെ. 3ನೇ ಅಧ್ಯಾಯದ ಅದ್ಭುತ ಹೇಳ. പത്രോസ് യോഹന്നാൻ ഒരുമിച്ച് നടന്നെന്നാ പറയുന്നത്. ಪೇತ್ರನು ಯೋಹಾನರು ಒಂದಾಗಿ ನಡೆದರು. ഒരുത്തൻ സൺ ഓഫ് തണ്ടർ, ഒരുത്തൻ സൺ ഓഫ് സ്ലംബർ. ಒಬ್ಬ ಗುಡುಗಿನ ಮಗನು, ಮತ್ತೊಬ್ಬ ನಿದ್ದೆಯ ಮಗನು. ഒരുത്തൻ ഭയങ്കര തണ്ടറ, മറ്റേ സ്ലംബറ. ನೋಡಿ, ಒಬ್ಬನು ಭಯಂಕರ ಗುಡುಗಿನ ಹಾಗೆ, ಮತ್ತೊಬ್ಬನು ಭಯಂಕರ ನಿದ್ದೆ ಮಾಡುವ ಹಾಗೆ. ആത്മാവ് ഇറങ്ങുന്നതിന്റെ മുമ്പേ വരെ ഇവർ രണ്ടുപേരും രണ്ട് രീതിയിൽ ഓപ്പറേറ്റ് ചെയ്തേ. ನೋಡಿ, ಆತ್ಮನು ಬರುವ ತನಕ ಅವರು ಎರಡು ರೀತಿಯಲ್ಲಿ ಇಬ್ಬರು ಮುಂದೆ ಸಾಗಿದ್ದು. രണ്ടുപേരുടെ സ്വഭാവവും വളരെ വ്യത്യസ്ത സ്വഭാവമായിരുന്നു. ಇಬ್ಬರ ಸ್ವಭಾವವು ಬಹಳ ವ್ಯತ್ಯಾಸವಾದ ಸ್ವಭಾವ. ആത്മാവ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ, ಆದ್ರೆ ಆತ್ಮನು ಇಳಿದು ಬಂದಾಗ തണ്ടറും സ്ലംബറും ഒരുമിച്ച് കയറി. ಗುಡುಗು ನಿದ್ದೆಯು ಒಂದೇ ಸಲಿಗೆ ಬಂತು. ഇതാ യഥാർത്ഥ മിറക്കിൾ എന്ന് ಇದೇ പറയുന്നത്. ನಿಜವಾದಂತಹ ಒಂದು ಅದ್ಭುತ ಕಾರ್ಯ. ആത്മാവ് ഇറങ്ങാത്തടത്തോളം കാലം നീ പാവയ്ക്ക് പൊരിങ്ങ പിരിഞ്ഞിരുന്നോളം. ನೋಡಿ, ಆತ್ಮ ಇಳಿಯದಿರುವ ತನಕ ನೀನು ಎರಡು ವಿಭಾಗಿಸಲ್ಪಟ್ಟವರಾಗಿರುತ್ತೀರಿ. പക്ഷേ ദൈവാത്മാവ് ഇറങ്ങി എന്ന് നീ പറയുന്നുണ്ടെങ്കിൽ, ಆದ್ರೆ ದೇವರಾತ್ಮನು ಇಳಿದಿದ್ದಾನೆ ಎಂಬುದಾಗಿ ಹೇಳಿದರೆ, ഡിവിഷൻ അല്ല, പിന്നെ യൂണിറ്റിയാ വരുന്നത്. ನಿನ್ನ ವಿಭಾಗವಲ್ಲ, ನಿನಗೆ ಐಕ್ಯತೆ ಇರುತ್ತದೆ. പിന്നെ പീറ്ററും ജോണും വേറെ വേറെ അല്ല ഓപ്പറേറ്റ് ചെയ്തത്, അവർ ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്തത്.
ಪೇತ್ರ ಯೋಹಾನರು ಬೇರೆ ಬೇರೆಯಾಗಿ ಎಲ್ಲ ವಿಶ್ವಾಸಿಗಳ ಕರಗ ತಟ್ಟಿದ ಸ್ತುತಿಕ ನಮ್ಮವರು ಚಪ್ಪಾಳೆ ತಟ್ಟಿ ದೇವರಿಗೆ ഹല്ലേലൂയ ഹല്ലേലൂയ ആത്മാവ് അഭിഷേകം പ്രാപിച്ചു കഴിയുമ്പോൾ ಆತ್ಮನ ಅಭಿಷೇಕ ಹೊಂದಿದ ನಂತರ സഭ രണ്ട് രീതിയിലല്ല പിരിയുന്നത് ಸಭೆ ಎರಡು ರೀತಿಯಲ್ಲ സഭ ಕೂರಿಸಿಕೊಳ್ಳುವುದು ഒരുമിച്ച് കയറി വരും ಸಭೆ ಒಂಟಾಗಿ ಮುಂದೆ ಬರುತ್ತದೆ അങ്ങനത്തെ സഭയാ കർത്താവ് കൊണ്ടുവരാൻ വരുന്നത് ಅಂತಹ ಸಭೆಯನ್ನೇ ಕರ್ತನು ಕೊಂಡೊಯ್ಯಲು ಬರುವುದು പിരിഞ്ഞു പോകുന്നവരെ കൊണ്ടുപോകാൻ വരുന്ന അല്ല ನೋಡಿ ಈ ರೀತಿ ವಿಭಾಗಿಸಲ್ಪಡುವವರನ್ನು ಕೊಂಡೊಯ್ಯುವಂತಲ್ಲ അടിയിടുന്നവരെ കൊണ്ടുവരാൻ വേണ്ടി അല്ല ನೋಡಿ ಕೋಪದಿಂದಿರುವವರನ್ನು ಕೊಂಡೊಯ್ಯುವಂತಲ್ಲ അവൻ വന്നാൽ ഞാൻ പോത്തില്ല അവൻ വന്നില്ലെങ്കിൽ ഞാൻ പോകും എന്ന് പറയുന്നവനെ അല്ല ಅವನು ಬಂದ್ರೆ ನಾನು ಬರುವುದಿಲ್ಲ ಅವನು ಬರದಿದ್ದರೆ ನಾನು ಬರುತ್ತೇನೆ ಎನ್ನುವರು ಕೊಂಡೊಯ್ಯುವಂತಲ್ಲ അപ്പം വീഞ്ഞും കഴിച്ചിട്ട് നല്ലപോലെ കെട്ടിപ്പിടിച്ച് ഒരു ചുംബനം നിനക്ക് ആത്മാർത്ഥമായി കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിന്റെ മേൽ സ്നേഹക്കൊടി ഇല്ല നിന്നെ കൊണ്ടുവരാൻ ദൈവം വരുന്നുമില്ല ರೊಟ್ಟಿ ದ್ರಾಕ್ಷರಸ ಸೇವಿಸಿದ ನಂತರ ಒಬ್ಬರನ್ನು ಹಪ್ಪಿಕೊಂಡು ನಿನಗೆ ಒಳ್ಳೆ ಒಂದು ಮುತ್ತು ಕೊಡಲು ಸಾಧ್ಯವಾಗದೇ ಇದ್ದರೆ ನಿನ್ನಲ್ಲಿ ದೇವರ ಪ್ರೀತಿ ಇಲ್ಲ ನಿನ್ನನ್ನು ಕೊಂಡೊಯ್ಯುವಂತಲ್ಲ ಸ್ವಾಮಿ ಬರುವುದು എത്ര പേര് ഇന്ന് നമ്മുടെ കൊടികളൊന്ന് താഴെ ഇട്ടിട്ട് ಎಷ್ಟು ಮಂದಿ ನಾವು ಹಿಡಿದಿರುವ ಧ್ವಜಗಳನ್ನು ಕೆಳಗಾಕಿ മീറ്റിംഗ് മടങ്ങി പോകുന്ന മുമ്പേ ಈ ಕೂಟವನ್ನು ಬಿಟ್ಟು ಹೋಗುವ ಮುನ್ನೆ സ്നേഹത്തിന് കൊടി ഒന്ന് എടുക്കാൻ പറ്റുമോ ಪ್ರೀತಿಯ ಧ್ವಜ ತೆಗೆಯಲು ಸಾಧ್ಯ ആത്മാർത്ഥതയോ സ്നേഹക്കൊടി വേണമെന്ന് ആഗ്രഹിക്കുന്ന കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക ಆತ್ಮನ ಪ್ರೀತಿಯ ಧ್ವಜ ಬೇಕೆನ್ನುವರು ಕೈಗಳನ್ನು ಮೇಲೆ ഉയർത്തിപ്പിടിച്ച ധൈര്യത്തോടെ ദൈവത്തെ സ്തുതിച്ചു വന്ന ಈ ರಾತ್ರಿ ದೇವರನ್ನು ಗಟ್ಟಿಯಾಗಿ ಕೊಂಡಾಡಿ ഇന്ന് ചില വഴക്ക് അവസാനിക്കണം ಇಂದು ಕೆಲವು ಜಗಳಗಳು ಮುಗಿಯಬೇಕು ഇന്ന് ചില ഡൗട്ടുകൾ മാറണം ಇಂದು ಕೆಲವು ಸಂದೇಹಗಳು ನೀಗಬೇಕು ഇന്ന് രാത്രിയിൽ ഈ ചെയർ വിടുന്ന മുമ്പേ ಈ ಸಂಜೆ ಈ ಕುರ್ಚಿ ಬಿಟ್ಟು ನೀವು ಹೋಗುವ ಮುನ್ನೆ നിന്റെ ആങ്കർ മാറിയിട്ടേ നീ പോകാം ನಿನ್ನ ಕೋಪ ನೀಗಿ ಇಲ್ಲಿಂದ ಹೋಗಬೇಕು പരിശുദ്ധാത്മാവിനെ ശക്തമായ ആലോചന പറയുക ಪವಿತ್ರಾತ್ಮನ ಶಕ್ತವಾದ ದೇವೋಕ್ತಿ ഞാൻ ಹೇಳುತ್ತಿದ್ದೇನೆ അറിയത്തില്ല ആരോടാ സംസാരിക്കുന്നത് ನನಗೆ ಗೊತ್ತಿಲ್ಲ ಯಾರ ಬಳಿ ಹೇಳುತ್ತಿದ್ದೇನೋ പക്ഷേ ഏതോ ചിലരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തമായി വാദിക്കുന്നു ಆದರೆ ಯಾರೋ ಕೆಲವರ ಬಳಿ ದೇವರು ಶಕ್ತವಾಗಿ ಹೇಳುತ್ತಿದ್ದಾನೆ നാളെ ചിലപ്പോൾ നീ ഇത് കേൾക്കത്തില്ല ನಾಳೆ ಕೆಲವೊಮ್ಮೆ ನೀನಿದು ಕೇಳಲಾರಿ ഭയത്തോടെ നീ ഇത് കേട്ടോണം ಭಯದಿಂದ ಈ ಮಾತುಗಳನ್ನು ಕೇಳಿಕೋ ഇന്ന് രാത്രിയിൽ നിന്റെ മത്സരം അവസാനിപ്പിച്ചു ಈ ರಾತ್ರಿ ನಿನ್ನ ಹೋರಾಟಗಳು ನಿಲ್ಲಿಸಿ ഇന്ന് രാത്രി നിന്റെ ആങ്കർ അവസാനിപ്പിച്ചു ಈ ರಾತ್ರಿ ನಿನ್ನ ಕೋಪವನ್ನು ನಿಲ್ಲಿಸಿ ദൈവ സ്നേഹത്തിനെ കൊടിക്കീഴെ കയറി വരാമോ ದೇವರ ಪ್ರೀತಿಯ ಧ್ವಜದ ಕೈ ಕೆಳಗಿರು മനസ്സുള്ളവർ കരങ്ങൾ ഉയർത്തി പിടിച്ച് ഒന്ന് ദൈവത്തെ സ്തുതിച്ചു ಆ ರೀತಿ ಇರುವವರು ಕೈಗಳನ್ನು ಮೇಲಕ್ಕೆತ್ತಿ ದೇವರನ್ನು ಕೊಂಡಾಡಿ പിശാചിനെ നോക്കി പറ ಸೈತಾನ್ ನೋಡಿ ಹೇಳಿ പിശാചെ കണ്ടോട ಸೈತಾನೆ ನೋಡು ഇതാ ദൈവ മക്കള് ಈಗೋ ದೇವರ ಮಕ್ಕಳು ഇതാ ദൈവ മക്കള് ಈಗೋ ದೇವರ ಮಕ್ಕಳನ್ನು ഒരു ನೋಡು വാക്യം കേൾക്കുമ്പോൾ ಒಂದು ಮಾತು ಕೇಳುವಾಗ ഇതാ എല്ലാം മാറ്റിയിട്ട് ಇವೆಲ್ಲ ಬಿಟ್ಟು സ്നേഹ കൊടിക്കീഴെ കയറുന്ന ಪ್ರೀತಿಯ ಧ್ವಜ ಮೇಲಕ್ಕೆ ഇത് ദൈവത്തിന്റെ മക്കളത്രേ ಇದು ದೇವರ കരങ്ങൾ ಮಕ್ಕಳಷ್ಟೇ തട്ടി ಚಪ್ಪಾಳೆ ತಟ್ಟುತ್ತಾ പരിശുദ്ധാത്മാവിൽ നാം ಪವಿತ್ರಾತ್ಮನಲ್ಲಿ ദൈവത്തെ സ്തുതിക്കാം ದೇವರನ್ನು ಕೊಂಡಾಡಿ പിശാചെ കണ്ടോട ಸೈತಾನೆ ನೋಡಯ್ಯ ഇത് ദൈവ സഭയത്രേ ಇದು ದೇವರ ಸಭೆಯಷ್ಟೇ ഇത് ദൈവ ദാസന്മാരത്രേ ಇದು ದೇವರ ഇത് ದಾಸರಷ್ಟೇ ദൈവ മക്കളത്രേ ಇದು ದೇವರ ಮಕ್ಕಳೇ ಕണ്ടೋ. ನೀನು ನೋಡು ഇത് സ്നേഹ കൊടിയത്രേ ಇದು ದೇವರ ಧ್ವಜ ಪ್ರೀತಿಯ ಧ್ವಜ ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ മൂന്നാമത്തെ കാര്യം ಮೂರನೇ ಕಾರ್ಯ എല്ലാ സൈന്യത്തിനും അതിൻ്റെതായ ഒരു ബാൻഡ് ഉണ്ട് ಎಲ್ಲ ಸಭೆಗೂ ಅದರದ್ರಾದಂತಹ ಒಂದು ರಾಗವಿರುತ್ತದೆ അതിനെ മ്യൂസിക് എന്ന് പറയും ಅದಕ್ಕೆ ಹೇಳುವುದು ರಾಗ ദൈവസഭയ്ക്ക് ഒരു മ്യൂസിക് ഉണ്ട് ದೇವರ ಸಭೆಗೂ ಒಂದು ರಾಗ ಇರುತ್ತದೆ വർഷിപ്പ് ಅದೇನು ಆರಾಧನೆ ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ എല്ലാ പട്ടാളത്തിനും ഒരു ആന്തം ഉണ്ട് ಎಲ್ಲ ಸೈನ್ಯಕ್ಕೂ ಒಂದು ಪದ ಇದೆ അവർക്ക് അവരുടേതായ ഒരു ബാൻഡ് ഉണ്ട് ಅವರವರ ಗೀತೆ ಇದೆ നമുക്കും ഉണ്ട് ഒരു ബാൻഡ് ನಮಗೂ ಇದೆ ಇಂತಹ ಒಂದು ಹಾಡಿನ ബാൻഡ് എന്തെന്നറിയാമോ ಅದೇನು ಗೊತ್ತಾ സ്തുതികളുടെയും സ്തോത്രങ്ങളുടെയും ശബ്ദം ಸ್ತುತಿ ಸ್ತೋತ್ರಗಳ ಶಬ್ದವಾಗಿರುತ್ತದೆ ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾക്കൊരു ബാൻഡ് ഉണ്ട് ನಮಗೂ ಕೂಡ ಇದೆ നാം കൂടി വരുമ്പോൾ നമുക്കൊരു ബാൻഡ് ഉണ്ട് ನಾವು കൂಡಿ ಬರುವಾಗ നമ്മൾ കൂടി വരുമ്പോൾ നമുക്കൊരു ബാൻഡ് ഉണ്ട് ನಮಗೂ ಒಂದು ಬ್ಯಾಂಡ್ ಇದೆ അത് എൻ ദൈവത്തിന് സ്തുതി തന്നെ ಅದು ನನ್ನ ದೇವರ ഒന്ന് ಸ್ತುತಿ സ്തുതിക്കാൻ പറ്റുമോ ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ ದೇವರನ್ನು ಸ್ತುತಿಸಲು ഒന്ന് ಸಾಧ್ಯವಾ സ്തുതിക്കാൻ പറ്റുമോ ಒಮ್ಮೆ ಸ್ತುತಿಸುವಿರಾ പിശാച് കേൾക്കട്ടെ ഈ ബാൻഡിന്റെ ശബ്ദം ಸೈತಾನು ಕೇಳಲಿ ಈ ಒಂದು ತಂಡದ ಶಬ್ದ ലോകം കേൾക്കട്ടെ ബാൻഡിന്റെ ശബ്ദം ಅವನು ಕೇಳಲಿ ಈ ತಂಡದ ಶಬ್ದ കരങ്ങൾ തട്ടി ബാൻഡിന്റെ ശബ്ദം ಆ കേൾപ്പിക്കാം ಚಪ್ಪಾಳೆ ತಟ್ಟಿ ಆ ಗೀತೆಯ ഇത് ಶಬ್ದ ಹೇಳಿ. ദൈവസഭയുടെ ബാൻഡ് അത്രേ ಇದು ದೇವರ ಸಭೆಯ ഇത് ಗೀತೆಯಾಗಿದೆ. ദൈവസഭയുടെ മ്യൂസിക് അത്രേ ಈ ದೇವರ ಸಭೆಯ ರಾಗ ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് റാപ്പ് മ്യൂസിക്
മ്യൂസിക് ഒന്നുമില്ല. ನಮಗೆ ರಾಕ್ ಮ್ಯೂಸಿಕ್ ಏನಿಲ್ಲ. നമുക്ക് ഹിപ്പ് ഹോപ്പും റോക്ക് മ്യൂസിക് ഒന്നും ഇല്ല. ನಮಗೆ ಹಿಪ್ ರಾಕ್ ಮ್ಯೂಸಿಕ್ ಗಳಿಲ್ಲ. നമുക്ക് ആകെപ്പാടെ ഒറ്റ മ്യൂസിക്കേ ഉള്ളൂ. ನಮಗಿರುವುದು ಒಂದೇ ಒಂದು ರಾಗ. ദൈവത്തിന് സ്തുതി തന്നെ. ನನ್ನ ದೇವರ ಸ್ತುತಿಯೇ. വീണ്ടെടുത്ത കുഞ്ഞാടിന് സ്തുതി അത്രേ. ಇದು ನಾನು ಯಜ್ಞದ ಕುರಿಮರಿಯ ಸ್ತುತಿ. സകല മുഴങ്കാലും മടങ്ങുന്ന നാമത്തിന്റെ മുമ്പിൽ സ്തുതി തന്നെ. ಎಲ್ಲ ಮೊಣಕಾಲ ಅಡ್ಡ ಬೀಳುವಂತಹವನ ಮುಂದೆ ಸ್ತುತಿಯೇ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് വാക്യം നിങ്ങൾ പറയണമെന്നുണ്ട്. ಇದಕ್ಕಿರುವಂತಹ ಬಹಳ ಪ್ರಾಮುಖ್ಯ ವಾಕ್ಯ ನಿಮಗೆ ಹೇಳಬೇಕೆಂಬುದಾಗಿದ್ದೇನೆ. ಸೆಕೆಂಡ್ ಕ್ರಾನಿಕಲ್ಸ್ ನಾಥ ಚಾಪ್ಟರ್ 20 ಕಾತೊಂಡ ವರ್ಸ್ 21. ನೋಡಿ, 2 ಪೂರ್ವಕಾಲ ವೃತ್ತಾಂತ 20ನೇ ಅಧ್ಯಾಯದ 21ನೇ ವಾಕ್ಯ. 20:21. ಈ 2 ಪೂರ್ವಕಾಲ ವೃತ್ತಾಂತ 20ನೇ ಅಧ್ಯಾಯದ 21ನೇ ವಾಕ್ಯ. ಅವಳ ಸಂಭವ പറഞ്ഞു ഞാൻ വിട്ടുപോകാം. ಆ ಒಂದು ಸಂಗತಿ ಹೇಳಿ ನಾನು ಮುಂದಕ್ಕೆ ಸಾಗುತ್ತೇನೆ. ಯೆಹೋಷಾಫಾತನ ಮುಂದೆ വലിയൊരു സൈന്യം നിൽക്കുന്നു. ಯೆಹೋಷಾಫಾತನ ಮುಂದೆ ದೊಡ್ಡ ಒಂದು ಸೈನ್ಯ ನಿಂತಿದೆ. ഭയങ്കര സൈന്യം നിൽക്കുക. ಭಯಂಕರ ಸೈನ್ಯ ನಿಂತಿದೆ. ಆ ಸೈನ್ಯത്തോട് ಇವರಿಗೆ ಯುದ್ಧ ചെയ്ത് ജയിക്കാൻ പറ്റത്തില്ല. ಆ ಸೈನ್ಯದೊಡನೆ ಇವರು ಯುದ್ಧ ಮಾಡಿ ಗೆಲ್ಲಲು ಸಾಧ್ಯವೇ ಇಲ್ಲ. ಯೆಹೋಷಾಫಾತ ദൈവത്തോട് ചോദിക്കുക, ഞാൻ എന്തുവാ ചെയ്യേണ്ടത്? ಯೆಹೋಷಾಫಾತ ದೇವರ ಬಳಿ ಕೇಳುತ್ತಾನೆ, ನಾನು ಏನು ಮಾಡಲಿದ್ದೇವನೆ? ദൈവം ചോദിച്ചു, എന്തുവാ മോനെ, എന്തുവാ പ്രശ്നം? ದೇವರು ಕೇಳುತ್ತಾನೆ, ಮಗ ನಿನಗೆ ಏನು ಸಮಸ್ಯೆ? എന്റെ ദൈവമേ, നീ കാണുന്ന ഈ സൈന്യം കണ്ടില്ലയോ? ನನ್ನ ದೇವರೇ, ನಿನಗೆ ಕಾಣುತ್ತಿಲ್ಲವಾ ಈ ಮಹಾ ಸೈನ್ಯ? നേരെ നിൽക്കുന്ന മഹാസൈന്യത്തെ കണ്ടില്ലയോ? ನನ್ನ ಮುಂದೆ ನಿಂತಿರುವ ಮಹಾ ಸೈನ್ಯ ಕಾಣುತ್ತಿಲ್ಲವಾ? എന്റെ സൈന്യം അവരുടെ മുമ്പിൽ ഒന്നുമില്ല. ನನ್ನ ಸೈನ್ಯ ಅವರ ಮುಂದೆ ಏನಿಲ್ಲ. കർത്താവ് പറഞ്ഞു, നീ സൈന്യങ്ങളുടെ യഹോവയെ അറിയുമോ എന്ന് ചോദിച്ചു. ಕರ್ತನು ಕೇಳುತ್ತಾನೆ, ನಿನಗೆ ಸೈನ್ಯಾಧಿಪತಿಯ ದೇವರನ್ನು ಗೊತ್ತಿಲ್ಲ? നമ്മുടെ സൈന്യത്തിന് വേറെ ഫോർമുല ഉണ്ട്, നിനക്ക് അറിയാമോ ചോദിച്ചു. ನೋಡಿ, ನಮ್ಮ ಸೈನ್ಯಕ್ಕಿರುವಂತ ಮತ್ತೊಂದು ಪದ್ಧತಿ ನಿನಗೆ ಗೊತ್ತಿದೆಯಾ? മറ്റവന്മാരുടെ സൈന്യത്തിന് മുമ്പേ എല്ലാം വാരിയേഴ്സ് ആണ് നിൽക്കുന്നത്. ನೋಡಿ, ಮತ್ತೊಬ್ಬರ ಸೈನ್ಯದ ಮುಂದೆ ಯುದ್ಧ ವೀರರಿದ್ದಾರೆ. നിന്റെ സൈന്യത്തിൽ ആദ്യം വർഷിപ്പേഴ്സ് നിൽക്കണം, പിന്നെ വാരിയേഴ്സ് നിൽക്കണം. ನಿನ್ನ ಸೈನ್ಯದಲ್ಲಿ ಮೊದಲು ಆರಾಧಕರು ನಿಲ್ಲಬೇಕು, ನಂತರ ಯುದ್ಧ ವೀರರು ನಿಲ್ಲಬೇಕು. ആദ്യം സിംഗേഴ്സ് നിൽക്കണം, പിന്നെ സോൾജേഴ്സ് നിൽക്കണം. ಮೊದಲು ಹಾಡುಗಾರರು ನಿಲ್ಲಬೇಕು, ನಂತರ ಸೈನಿಕರು ನಿಲ್ಲಬೇಕು. അത് എന്തോ ലോജിക്കാ കർത്താവേ. ಸ್ವಾಮಿ, ಈ ಪದ್ಧತಿ ಎಂತದ್ದಾಗಿದೆ ಸ್ವಾಮಿ? ഇത് സൈന്യം എന്റേതാ. ಎಲೆ, ಈ ಸೈನ್ಯ ನನ್ನದೆನ್ನು ഇതിന്റെ ലോജിക്ക് നിന്റെ ലോജിക്ക് അല്ല. ಈ ಪದ್ಧತಿಗಳು ನನ್ನದು, ನನ್ನ ಪದ್ಧತಿ ನಿನ್ನದಲ್ಲ. ഏത് മഹാപർവ്വതം നിന്നാലും, ಎಂತಹ ಮಹಾಪರ್ವತ ನಿಂತರೂ, സൈന്യം നിന്നാലും, ಎಂತಹ ದೊಡ್ಡ ಸೈನ್ಯ ನಿಂತಿದ್ದರೂ, വാരിയേഴ്സ് ചെയ്യാൻ പറ്റാത്തത് വർഷിപ്പേഴ്സിനെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കും. ಯುದ್ಧ ವೀರರು ಮಾಡಲು ಸಾಧ್ಯವಾದದ್ದು ಆರಾಧಕರಿಂದ ಮಾಡಿಸುತ್ತಾನೆ. ಒಂದು ದೈವത്തെ സ്തുതിക്കാൻ പറ്റുമോ? ನಮ್ಮವರು ದೇವರನ್ನು ಕೊಂಡಾಡುತ್ತಾರೆ. ഹല്ലേലൂയ, ഹല്ലേലൂയ. AK-47 ചെയ്യാൻ പറ്റാത്തത് നിന്റെ സ്തുതികളുടെയും സ്തോത്രത്തിന്റെയും ശബ്ദം ഉയരുമ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വാസി ദൈവമക്കൾ അക്കരങ്ങൾ തട്ടി ഒരുമിച്ച് അഭിഷേകത്തോടെ ദൈവത്തെ സ്തുതിക്കട്ടത്. AK-47 ಗೆ ಮಾಡಲು ಸಾಧ್ಯವಾದ ಕಾರ್ಯ ಸ್ತುತಿ ಸ್ತೋತ್ರಕ್ಕೆ ಮಾಡಲು ಸಾಧ್ಯ ಅನ್ನುವರು ಕೈಗಳನ್ನು ಮೇಲಕ್ಕೆತ್ತಿ ಯೆಹೋವನನ್ನು ಕೊಂಡಾಡಿ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. നിന്റെ എതിരായി പിശാച് വരുമ്പോൾ, ನಿನ್ನ ವಿರೋಧ ಸೈತಾನ್ ಬರುವಾಗ, നിന്റെ എതിരായി ആൾക്കാർ വരുമ്പോൾ, ನಿನ್ನ ವಿರೋಧ ಜನರು ಬರುವಾಗ, ഒരു സേന വരുമ്പോൾ, ಒಂದು ಸೈನ್ಯವೇ ಬಂದರು. അവൻ ഗണ്ണുമായിട്ട് വരട്ടെ, ಅವರು ತುಪಾಕಿಗಳನ್ನೇ ಬಂದರು, കുന്തവും വാളുമായിട്ട് വരട്ടെ. ಅವರು ಯುದ್ಧಗಳ ವಸ್ತುಗಳಿಂದ ಬರಲಿ. പക്ഷെ നീ അവനോട് പോരാടുന്നത്, ಆದ್ರೆ ನೀನು ಅವರೊಡನೆ ಹೋರಾಡುವುದು. നമുക്ക് പോരാട്ടമുള്ളത് ನಮಗೆ ಹೋರಾಟ ಇರುವುದು ജഡരക്തങ്ങളോടല്ല, ಮನುಷ್ಯ ಮಾತ್ರದವರ അധികാരങ്ങളോട്, ಅಧಿಕಾರಿಗಳ ವಿರೋಧ, സ്വർലോകത്തിലെ സകല ദുഷ്ടാത്മാവിനെ സേനകളോട് മാത്രമേ. ಪರಲೋಕದ ಸೇನಾಧಿಪತಿಗಳ ವಿರೋಧವಷ್ಟೇ. അങ്ങനാണെങ്കിൽ ಹಾಗಿದ್ದರೆ പോരാടുന്ന ആയുധവും ജഡികമല്ല, ಹೋರಾಟದ ಆಯುಧವು ಈ ಲೋಕ ಸಂಬಂಧವಾದದ್ದಲ್ಲ, ಅದು ಆತ್ಮೀಕವಾದದ್ದು. ഏതിനെയും ഇടിച്ചു തകർക്കുവാൻ, ಯಾವುದನ್ನು ಕೂಡ ഏതിനെയും തകർക്കുവാൻ ಯಾವುದನ್ನು ಕೂಡ ಬೀಳಿಸುವಂತೆ ശക്തിയുള്ള ആയുധമത്രേ. ಶಕ್ತವಾದ ಆಯುಧವಷ್ಟೇ. പ്രശ്നങ്ങൾ വരുമ്പോൾ, ಸಮಸ್ಯೆಗಳು ಬರುವಾಗ ആരാധന കൂട്ടിക്കൊടുത്താൽ മതി. ಆರಾಧನೆ ಹೆಚ್ಚಿಸಬೇಕಷ್ಟೇ. ദൈവത്തെ സ്തുതിച്ചു ದೇವರನ್ನು ಸ್ತುತಿಸುತ್ತೀರಾ? ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. യെരിഹോ മതിൽ തകർന്നത് ಎರಿಗೋ ಕೋಟೆ ನೆಲಕ್ಕೆ ಉರುಳಿದ್ದು വലിയ ആരോഗ്യമുള്ള ആണുങ്ങളുള്ളത് കൊണ്ടല്ല, ಆರೋಗ್ಯ ಇರುವ ಗಂಡಸರಿದ್ದ ಕಾರಣವಲ್ಲ, 6 pack ഉള്ള ബോഡിയും കൊണ്ടല്ല, 6 ಪ್ಯಾಕ್ ಇರುವಂತಹ ದೇಹದೊಡನಲ್ಲ. സ്തുതികളുടെയും സ്തോത്രത്തിന്റെയും ശബ്ദത്തിന് മുമ്പിൽ യെരിഹോ മതിൽ ഇടിഞ്ഞു വീഴുമെങ്കിൽ, ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രികാലം ചില യെരിഹോ മതിലുകളെ ഇന്ന് രാത്രിയിൽ ഈ ആരാധന മധ്യത്തിൽ നീ ഇപ്പോൾ കാണുമ്പോൾ തന്നെ ചില മതിലുകൾ ഇടിഞ്ഞ് താഴെ വീഴുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ തട്ടി ഒന്ന് ദൈവത്തെ ആരാധിച്ചു. ಸ್ತುತಿ ಸ್ತೋತ್ರದಿಂದಲೇ ಎರಿಕೋ ಕೋಟೆಗಳು ನೆಲಕ್ಕೆ ಉರುಳಿದಾಗಿದ್ದರೆ ಇಲ್ಲೂ ಕೆಲವು ಕೋಟೆಗಳು ಸ್ತುತಿಯ ಶಬ್ದದಿಂದ ಉರುಳಿ ನೆಲಕ್ಕೆ ಬೀಳುತ್ತದೆ. ನಂಬುವವರು ಚಪ್ಪಾಳೆ ತಟ್ಟಿ ಗಟ್ಟಿಯಾಗಿ ಸ್ತೋತ್ರ ಮಾಡಿ. ഹല്ലേലൂയ. അദൃശ്യമണ്ഡലത്തിൽ
അദൃശ്യ മണ്ഡലത്തിൽ ಅದೃಶ್ಯವಾದ നിന്നോട് ಮಂಡಲದಲ್ಲಿ പോരാടുന്ന ನಿಮ್ಮೊಡನೆ ಹೋರಾಡುವಂತದ್ದು ದುಷ್ಟಾತ್ಮ ಸೇನೆಗಳെ നോക്കി ದುಷ್ಟಾತ್ಮ ಸೈನ್ಯವನ್ನು ನೀ ನೋಡಿ ಭಯಪಡಬೇಡ. ನೀನು ಭಯಪಡಬೇಡ. ನೀ ಭಯಪಡಬೇಡ. ನೀನು ಭಯಪಡಬೇಡ. സഭേ ಸಭೆಯವರೇ, പെർസിക്യൂഷനെ കണ്ട് ഭയപ്പെടേണ്ട. ಹಿಂಸಾಚಾರವನ್ನು ನೋಡಿ ಭಯಪಡಬೇಡಿ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ഗവൺമെന്റിനെ നോക്കി നീ ഭയപ്പെടേണ്ട. ಸರ್ಕಾರ ನೋಡಿ ನೀವು ഈ ಭಯಪಡಬೇಡಿ. ലോകത്തിലെ ഒരു ടെററിസ്റ്റ് നോക്കി നീ ഭയപ്പെടേണ്ട. ಈ ಲೋಕದ ಯಾವ ಉಗ್ರಗಾಮಿಗಳನ್ನು ನೋಡಿ ನೀವು ಭಯಪಡಬೇಡಿ. ചേർത്തവൻ കൂടെ ഉണ്ട്. ಸೈನ್ಯವನ್ನು ಒಟ್ಟುಗೂಡಿಸಿದವನು ಜೊತೆ ಇದ್ದಾನೆ. ഇതൊക്കെ കാണുമ്പോൾ, ಇದೆಲ್ಲ ನೋಡುವಾಗ, ഇതെല്ലാം കേൾക്കുമ്പോൾ ಇದೆಲ್ಲ ಕೇಳುವಾಗ സ്തോത്രത്തിലെ സ്തുതികളുടെ ശബ്ദം ഒന്ന് ഉയരട്ടെ. ಸ್ತೋತ್ರ ಸ್ತುತಿಗಳ ಶಬ್ದ ಏರಲಿ. കുടുംബത്തിൽ ചലഞ്ച് വരുമ്പോൾ, ಕುಟುಂಬದಲ್ಲಿ ಸವಾಲು ಬರುವಾಗ, സമാധാനം നഷ്ടപ്പെടുമ്പോൾ, ಸಮಾಧಾನ ನಷ್ಟವಾಗುವಾಗ, സാമ്പത്തിക നഷ്ടമുണ്ടാകുമ്പോൾ, ನಿನ್ನ ಹಣಕಾಸುಗಳು ನಷ್ಟವಾಗುವಾಗ, തകർച്ച വരുമ്പോൾ, ನಿನ್ನಲ್ಲಿ ಒಂದು ಸೋಲು ಬರುವಾಗ, സഭയ്ക്കകത്ത് പ്രശ്നം കാണുമ്പോൾ, ಸಭೆಯ ಒಳಗೆ ಸಮಸ್ಯೆ ಬರುವಾಗ, നീ ആരോടും പറയണ്ട. ನೀನು ಯಾರ ಬಳಿ ಹೇಳಬೇಡ. നീ ആരെ കൊണ്ടുവരണ്ട. ನೀನು ಯಾರನ್ನು ಮುಂದೆ ತರಬೇಡ. പ്രശ്നത്തിന് മുമ്പിൽ നിന്നെ ആരാധന കൊണ്ടുവരാമോ? ಸಮಸ್ಯೆಯನ್ನು ಅದರ ಮುಂದೆ ಆರಾಧನೆ ತಂದಿಟ್ಟರೆ പ്രശ്നം ಸಾಕು. തന്നെ താനെ മാറിപ്പോകും. ಸಮಸ್ಯೆ ತಾನೇ ನೀಗಿ ಹೋಗುತ್ತದೆ. അതുകൊണ്ടല്ലേ പറയുന്നത് നമ്മള്, ಆದ್ರಿಂದಲೇ ನಾವು ಹೇಳುವುದು, സെറുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആർ? ಜೆರುಬ್ಬಾಬೆಲನ ಮುಂದೆ ನಿಂತಿರುವ ಮಹಾಪರ್ವತವೇ ನೀನು ಯಾರು? സൈന്യത്താലല്ല, ಸೈನ್ಯದಿಂದಲ್ಲ, ശക്തിയാലുമല്ല, ಬಲದಿಂದಲ್ಲ, ദൈവത്തിന്റെ ആത്മാവിനകത്ത് ದೇವರ ಆತ್ಮದಿಂದ ಎಲ್ಲ ಸಾಧ್ಯ. ഭൂമിയായി മാറും. ನೀನು ಸಮನಲವಾಗುತ್ತೀ. ചിലതിനെ നോക്കി വിളിച്ചു പറയാമോ? ഇപ്പം ಕೆಲವರು ನೋಡಿ ದೇವರು ಈಗ ഇപ്പോൾ ಹೇಳುತ್ತಿದ್ದಾನೆ. നീ കാണുന്ന ചലഞ്ച് നോക്കി പറയാമോ? ಈಗ ನೀನು ನೋಡುವ ಸವಾಲನ್ನು ನೋಡಿ ಹೇಳುತ್ತೀಯ, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. ഇനി ನಾನು ಅದರ ಬಗ್ಗೆ ಇನ್ನು ಮೇಲೆ ಚಿಂತಿಸಲಾರೆ. അതിനു മുമ്പിൽ ഞാൻ ഒന്ന് ആരാധിക്കാൻ പോകുന്നു. ಅದರ ಮುಂದೆ ನಾನು ಆರಾಧಿಸಲಿದ್ದೇನೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. പ്രശ്നങ്ങൾ കൂടുമ്പോൾ ಸಮಸ್ಯೆ ಏರುವಾಗ ആരാധന കൂട്ടിക്കും. ಆರಾಧನೆ ಇನ್ನೂ ಏರಿಸಬೇಕು. ജയം നിശ്ചയമാണ്. ಜಯ ಖಂಡಿತವಾಗಿದೆ. ഈ പട്ടാളത്തിൽ മ്യൂസിക് എന്തുവാ? ಈ ಸೈನ್ಯದ ಗೀತೆ ಏನು? ആരാധന. ಆರಾಧನೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. നമ്മുടെ സമയം പറഞ്ഞ സമയം തീർന്നു. ನನಗೆ ಕೊಟ್ಟ ಸಮಯ ಮುಗಿದಿದೆ. ആദ്യ പ്രസംഗം ചെയ്യാൻ പോവാ. ഞാൻ ಹೆಚ್ಚು ಪ್ರಸಂಗ ಇನ್ನು ಮಾಡಲಿದ್ದೇನೆ. ഇച്ചിര ಇನ್ನು ಸ್ವಲ್ಪ. കുഴപ്പമുണ്ടോ? ಸಮಸ್ಯೆ ಇದೆಯಾ? എല്ലാരും പറഞ്ഞില്ല. ಎಲ್ಲರೂ ಹೇಳ್ತಿಲ್ಲ. ತೊಂದರೆ ಇದೆಯಾ ನಿಮಗೆ? ഇച്ചിര ചെയ്യാം. നമുക്ക് അത്യാവശ്യം ഒരു കാര്യമുണ്ട്. ನಮಗೆ ಬಹಳ ಪ್ರಾಮುಖ್ಯವಾದ ಕಾರ್ಯ ಇದೆ. നാലാമത്തെ പട്ടാളത്തിൽ വേണ്ടിയ നാലാമത്തെ ബേസിക്, ಈ ಸೈನ್ಯದಲ್ಲಿರಬೇಕಾದ ನಾಲ್ಕನೇ ಒಂದು ಕಾರ್ಯ. എല്ലാ സൈന്യത്തിലും അതിന്റെ ഡിസിപ്ലിൻ ഉണ്ട്. ಎಲ್ಲ ಸೈನಿಕರಿಗೂ ಶಿಸ್ತಿದ್ದೇ ಇರುತ್ತದೆ. നമ്മുടെ ഡിസിപ്ലിൻ ഹോളിനെസ്. ನಮ್ಮ ಶಿಸ್ತು ಪರಿಶುದ್ಧತೆ. നമ്മുടെ ഡിസിപ്ലിൻ ഹോളിനെസ്. ನಮ್ಮ ಶಿಸ್ತು ಪರಿಶುದ್ಧತೆ. ഹല്ലേലൂയ. 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 ദൈവ സഭയ്ക്കകത്ത് മൊത്തം എപ്പോഴും ഡിസിപ്ലിൻ ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ് വിശുദ്ധി. ನೋಡಿ, ದೇವರ ಸಭೆಯಲ್ಲಿ ಯಾವಾಗಲೂ ಶಿಸ್ತಿನ ಒಂದು ಕಾರ್ಯ ಇರಬೇಕು, ಅದೇ ಪರಿಶುದ್ಧತೆ. വിശുദ്ധി ഇല്ലാത്ത ഒരു ആരാധനയും ദൈവം പ്രസാദിക്കുന്നില്ല. ಪರಿಶುದ್ಧತೆ ಇಲ್ಲದೆ ಇರುವ ಯಾವ ಆರಾಧನೆಯನ್ನು ದೇವರು ಮೆಚ್ಚುವುದಿಲ್ಲ. ഇന്ന് ഇഷ്ടം പോലെ സഭയുണ്ട്. ಇಂದು ಬೇಕಾದಷ್ಟು ಸಭೆಗಳಿವೆ. വിശുദ്ധി എന്ന് പറഞ്ഞ സംഭവം അടുത്തതിനെക്കൊന്നും പോകുന്നില്ല. ಪರಿಶುದ್ಧತೆ ಎನ್ನುವಂತ ಸಂಗತಿಯ ಸಭೆಯ ಬಳಿಗೆ ಕೂಡ ಹೋಗುವುದಿಲ್ಲ. തോന്നുന്ന പോലെ ഓരോ പേക്കൂത്തുകളാ കാണിക്കുന്നത്. ಒಬ್ಬೊಬ್ಬರಿಗೆ ಬೇಕಾದಷ್ಟು ಅನಿಸುವ ಹಾಗೆ ಒಂದೊಂದು ನಾಟವನ್ನು ಮಾಡುತ್ತಾರೆ. ഒരുത്തൻ ചേറെടുത്ത് ഓടുന്നു, ಕೆಲವರು ಕುರ್ಚಿ ತೆಗೆದು ಓಡುತ್ತಾರೆ, ഒരുത്തൻ തലയും കുത്തി താഴെ നിൽക്കുന്നു, ಕೆಲವನು ತಲೆ ಕೆಳಗಾಕಿ ನಿಲ್ಲುತ್ತಾನೆ, അങ്ങോട്ട് പോകുന്നു, ಕೆಲವನು ಆಚೆ ಓಡುತ್ತಾನೆ, ചുമ്മാ വട്ടനെ പോൽ ചിരിക്കുന്നു, ಕೆಲವರು ಸುಮ್ಮನೆ ಹುಚ್ಚರಾಗಿ ഒരാൾ ನಗಾಡುತ್ತಾರೆ, ഛർദ്ദിക്കുന്നു. ಕೆಲವರು ವಾಂತಿ ಮಾಡಿ ഇതൊന്നും ಆರಾಧಿಸುತ್ತಾರೆ. ദൈവസഭയല്ല. ಇದು ಯಾವುದು ದೇವರ ಸಭೆಯಲ್ಲ. ഇത് ദൈവസഭയല്ല. ಇದು ದೇವರ ಸಭೆಯಲ್ಲ. ദൈവസഭ വിശുദ്ധ സഭയത്രേ. ದೇವರ ಸಭೆ ಪರಿಶುದ್ಧವಾದ ಸಭೆ. വിശുദ്ധനായ കർത്താവ് തന്റെ വിശുദ്ധ രക്തം കൊണ്ട് വിശുദ്ധിയായ സഭ തയ്യാറാക്കുമ്പോൾ അതിനകത്തുള്ള ഓരോ സൈനികൻ, ഓരോ പടയാളി വിശുദ്ധിയോടെ ജീവിക്കണം. ನೋಡಿ, ದೇವರು ತನ್ನ ಪರಿಶುದ್ಧ ರಕ್ತದಿಂದ ವಿಮೋಚಿಸಿರುವ ಸಭೆಯಲ್ಲಿರುವಂತಹ ಪ್ರತಿಯೊಬ್ಬ ಸೈನಿಕನು ಪರಿಶುದ್ಧತೆಯಿಂದ ಜೀವಿಸಬೇಕು. എന്തും ചെയ്ത് എന്തും ആകാം, സഭയാകാമെന്ന് ചിന്തിക്കുവാണെങ്കിൽ അത് തെറ്റായ ചിന്തയാ. ಏನಾದ್ರೂ ಮಾಡಿ ಏನೋ ಸಭೆ ಕಟ್ಟೋಣ ಎಂಬುದಾಗಿದ್ದರೆ ಅದು ತಪ್ಪಾದ ಚಿಂತೆ. ನೋಡಿ, കൃപയാണല്ലോ എങ്ങനെയും ആകാം എന്ന് പറയുന്ന തെറ്റായ ചിന്തയാ. ದೇವರ ಕೃಪೆ ತಾನೇ ಏನೇ ಮಾಡಿದರೂ ತೊಂದರೆ ಇಲ್ಲ ಅನ್ನುವಂಥದ್ದು തപ്പാത ചിന്ത. ನೋಡಿ, വേദപുസ്തകത്തിൽ ഇല്ലാത്ത വാക്യങ്ങൾ കോട്ട് ചെയ്ത് നമ്മുടെ പഴയ പാപവും ക്ഷമിച്ചു, ഇപ്പോഴുള്ള പാപവും ക്ഷമിച്ചു, അതിനെ
ഇനി ചെയ്യാൻ പോകുന്ന പാപം ഇപ്പോഴേ ക്ഷമിച്ചു. ಸತ್ಯವೇದದಲ್ಲಿ ಹೇಳದೇ ಇರುವಂತಹ ಪದಗಳಾಗಿರುವಂತಹ ನಮ್ಮ ಹಿಂದಿನ ಪಾಪ ಕ್ಷಮಿಸಲ್ಪಟ್ಟಿದೆ, ನಾವು ಮಾಡಿದ ಪಾಪ ಕ್ಷಮಿಸಲ್ಪಟ್ಟಿದೆ, ನಾವು ಮುಂದೆ ಮಾಡಲಿರುವಂತಹ ಪಾಪ ಕೂಡ ಕ್ಷಮಿಸಲ್ಪಟ್ಟಿದೆ ವಾಕ್ಯ ವೇದ ಪುಸ್ತಕത്തിനകത്തില്ല. ಅಂತ ಒಂದು ವಾಕ್ಯ ಸತ್ಯವೇದ ദൈവം വിളിച്ചത്, ನಿನ್ನನ್ನು ದೇವರು ಕರೆದಿದ್ದು അവൻ വിശുദ്ധനാകയാ, ಆತನು ಪರಿಶುದ್ಧನಾದ ಕಾರಣ വിശുദ്ധനായി തീര്. ನೀನು ಪರಿಶುದ್ಧನಾಗಿರುವಂತೆ ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? ನಂಬುವರು ದೇವರನ್ನು ಕೊಂಡಾಡುತ್ತಾರೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സഭയ്ക്കകത്ത് അശുദ്ധി വരാൻ പാടില്ല. ಸಭೆಯೊಳಗೆ ಅಶುದ್ಧ ಬರಕೂಡದು. ജീവിതത്തിൽ അശുദ്ധി വരാൻ പാടില്ല. ಜೀವನದಲ್ಲಿ ಅಶುದ್ಧ ಬರಕೂಡದು. സഭ അശുദ്ധിയെ താലോലിക്കാൻ പാടില്ല. ಸಭೆ ಅಶುದ್ಧವನ್ನು ಕೊಂಡೊಯ್ಯ ಕೂಡದು. അശുദ്ധ വസ്തു അകത്ത് വരുമ്പോൾ, ಅಶುದ್ಧ ವಸ್ತು ಒಳಗೆ ಬರುವಾಗ അതിനെ പുറത്തിറക്കാനുള്ള ചങ്കുറ്റം ഈ നാളുകൾ ദൈവദാസന്മാർക്ക് വേണം. ನೋಡಿ, ಅದನ್ನು ಹೊರ ಹಾಕುವಂತ ಎದೆ ಗಟ್ಟಿ ಈ ದಿನಗಳಲ್ಲಿ ಸಭೆಯವರಿಗಿರಬೇಕು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. പാപത്തെ പാപം എന്ന് പറയുവാൻ, ಪಾಪ ನೋಡುವಾಗ ಪಾಪ ಎಂಬುದಾಗಿ വിശുദ്ധിയെ വിശുദ്ധി എന്ന് പറയുവാൻ ಪರಿಶುದ್ಧತೆಯನ್ನು ಪರಿಶುದ್ಧತೆಯಾಗಿ ഉള്ള കൃപ ദൈവമക്കൾ പ്രാപിക്കട്ടെ. ಅಂತ ಒಂದು ದೇವರ ಶಕ್ತಿ അത് ഈ പട്ടാളത്തിലെ ചിട്ടയാണ്. ಅದೇ ಈ ಸೈನ್ಯದ ಶಿಸ್ತಾಗಿದೆ. ഈ പട്ടാളത്തിലെ ചിട്ടയാണ്. ಈ ಸಭೆಯ ಅಥವಾ ಈ ಸೈನಿಕದ ಶಿಸ್ತದು. വിശുദ്ധമല്ലാത്ത ഒന്നും ഈ പട്ടാളത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല. ಪರಿಶುದ್ಧತೆ ಅಲ್ಲದೆ ಇರುವುದು ಯಾವುದು ಈ ಸೈನ್ಯದಲ್ಲಿ ಇರಕೂಡದು. ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? ಒಂದು ದೇವರನ್ನು ಕೊಂಡಾಡುತ್ತೀರಾ? ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ ದೇವರನ್ನು പറ്റുമോ? ಒಮ್ಮೆ ಕೊಂಡಾಡುತ್ತೀರಾ? ഹല്ലേലൂയ. 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 ഈ പട്ടാളത്തിലെ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ 4 കാര്യം പറഞ്ഞുള്ളൂ. ಈಗ ನಾನು ಹೇಳಿದಂತಹ ಈ ಸೈನ್ಯದ 4 ಕಾರ್ಯಗಳು ಹೇಳಿದ್ದೇನೆ. അത് ഈ പ്രസംഗം ഞാൻ നിർത്താൻ പറ്റത്തില്ല. ഇതൊന്നും ನೋಡಿ, ಇವನ್ನು ಇನ್ನೂ ಹೆಚ್ಚಾಗಿ ಹೇಳಿ ನಿಲ್ಲಿಸಲು നിങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി ജസ്റ്റ് പോയിന്റ് പറഞ്ഞു പോകാം. ನೋಡಿ, ನೀವು ಓದುವಂತೆ ಇನ್ನು ಪ್ರಸಂಗ ಮಾಡುವುದಿಲ್ಲ, ಪಾಯಿಂಟ್ ಗಳನ್ನು ಹೇಳುತ್ತೇನೆ, ಬರೆದಿಟ್ಟುಕೊಳ್ಳಿ. നിങ്ങൾ ഇനി അത് പഠിച്ചെടുത്തോ, നിങ്ങൾക്ക് അറിയാം, ഒന്ന് ഓർപ്പിച്ചെന്നേ ഉള്ളൂ. ನಿಮಗೆ ಇದೆಲ್ಲ ಗೊತ್ತಿದೆ, ನಿಮಗೆ ನೆನಪಿಸುತ್ತಿದ್ದೇನಷ್ಟೇ. 5ാമത്തെ കാര്യം, 5ನೇ ಕಾರ್ಯ, ഈ മിലിಟറി എല്ലാ മിലിಟರಿಗೂ അതിൻ്റെതായ ಸಪ್ಲೈ ഉണ്ട്. ನೋಡಿ, ಎಲ್ಲ ಸೈನ್ಯಕ್ಕೂ ಅದರದ್ರವಾದಂತಹ ಒಂದು ಕಾರ್ಯವನ್ನು ಕೊಡುತ್ತಾರೆ. എല്ലാ മിലിಟರಿಗೂ ಸಪ್ಲೈ ഉണ്ട്. ಎಲ್ಲದಕ್ಕೂ ಒಂದು ಒದಗಿಸುವಿಕೆ ಇದೆ. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 14 നമ്മൾക്ക് സപ്ലೈ ഉണ്ട്. ಫಿಲಿಪ್ಪಿಯ ಗ್ರಂಥ 4ನೇ ಅಧ್ಯಾಯದ 17ನೇ ವಾಕ್ಯದಲ್ಲಿ ನಮಗೋಸ್ಕರ ದೇವರು ಒದಗಿಸುತ್ತಾನೆ. My God shall supply all my needs. ನನ್ನ ದೇವರು ನನ್ನ ಎಲ್ಲ ಅಗತ್ಯವನ್ನು ಸಂಧಿಸುತ್ತಾನೆ. ഈ സൈന്യത്തിലായിരിക്കുന്ന ദൈവമക്കളെ, ಈ ಸೈನ್ಯದಲ್ಲಿರುವಂತಹ ದೇವರ ಮಗುವೇ, ആവശ്യം വരുമ്പോൾ ನಿನಗೆ ಒಂದು ಅಗತ್ಯ ಬರುವಾಗ മറ്റുള്ളവരുടെ മുഖത്തെ നീ നോക്കാൻ പോകണ്ട. ಮತ್ತೊಬ್ಬರ ಮುಖ ನೀನು ನೋಡಲೇಬೇಡ. മറ്റുള്ളവരുടെ മുമ്പിൽ നീ താണു വീഴണ്ട. ಮತ್ತೊಬ್ಬರ ಮುಂದೆ ನೀನು ಅಡ್ಡ ಬೀಳಬೇಕಿಲ್ಲ. ആവശ്യങ്ങൾ നന്നായി അറിയുന്ന ദൈവം ನಿನ್ನ ವಿಷಯಗಳನ್ನು ಚೆನ್ನಾಗಿ ತಿಳಿದಿರುವ ದೇವರು ആരോടും പറയാതിരിക്കുമ്പോൾ, ಯಾರ ಬಳಿ ನೀನು ಹೇಳದೇ ಇರುವಾಗ രഹസ്യത്തിൽ കൂട്ടിക്കൊണ്ട് തരുന്ന ഒരു ദൈവത്തെയാ നീ സേവിക്കുന്നത്. ರಹಸ್ಯದಲ್ಲಿ ನಿನಗೆ ಸೇರಿಸಿ ಕೊಡುವ ಒಂದು ದೇವರು ನಿನ್ನ ಜೊತೆ ನೀನು ಸೇವೆ ഈ ಮಾಡುತ್ತಿದ್ದೀ. പട്ടാളത്തിൽ നിന്നെ ആക്കി വെച്ചപ്പോൾ ಈ ಸೈನ್ಯದೊಳಗೆ ನಿನ್ನನ್ನು ಸೇರಿಸಿರುವಾಗ വിഷപ്പടക്കാനുള്ള സകല സാമഗ്രിയും അവന്റെ പക്കലുണ്ട്. ನಿನ್ನ ಹೊಟ್ಟೆ ಹಸಿವನ್ನು ಪೂರೈಸಲು ಎಲ್ಲ ಸಾಮಗ್ರಿಗಳು നിന്റെ ಆತನ ಬಳಿಯಲ್ಲಿ സഭയുടെ ആവശ്യം എല്ലാം നിറവേറ്റുവാൻ അവന്റെ പക്കലുണ്ട്. ನಿನ್ನ ಸಭೆಯ ಅಗತ್ಯಗಳನ್ನು ನೆರವೇರಿಸಲು ಆತನ ಬಳಿಯಲ್ಲಿದೆ. ബാങ്കിൽ ഒരു ബാലൻസും ഇല്ലെങ്കിൽ ಬ್ಯಾಂಕಿನಲ್ಲಿ ಯಾವ ಹಣ ಬಾಕಿ ಇಲ್ಲದಿದ್ದರೂ നീ എങ്ങനെ നടക്കണം എന്നറിയാമോ? ನೀನು ಹೇಗೆ ನಡೆಯಬೇಕು ಹೇಳು? എന്റെ പേഴ്സണൽ ബാങ്കിൽ ഇല്ല, കുഴപ്പമില്ല. ನನ್ನ ವೈಯಕ್ತಿಕ എന്റെ ಬ್ಯಾಂಕಿನಲ್ಲಿ ಹಣ ಇಲ್ಲ, അപ്പന്റെ ತೊಂದರೆ ಇಲ್ಲ. ബാങ്കിൽ എല്ലാം ഉണ്ട്. ನನ್ನ ತಂದೆಯ ಬ್ಯಾಂಕಿನಲ್ಲಿ ಎಲ್ಲ ಇದೆ. ചങ്കുറ്റത്തോടെ നീ പോ. ನೀನು ಗಟ್ಟಿಯಾಗಿ ಹೋಗು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ദൈവാത്മാവിനെ വിളിച്ചു പറയട്ടെ. ದೇವರ ಆತ್ಮದಲ್ಲಿ ಹೇಳುತ್ತೇನೆ, ചില ശൂന്യത കണ്ടുകൊണ്ട് നീ പറ. ಕೆಲವು ಶೂನ್ಯಗಳನ್ನು ನೋಡಿ ಹೇಳು. ചില ശൂന്യമായ അവസ്ഥ നോക്കി പറ. ಕೆಲವು ಶೂನ್ಯವಾದ ಸ್ಥಿತಿಯನ್ನು My ಹೇಳು. God shall supply all my needs. ನನ್ನ ದೇವರು ನನ್ನ ಅಗತ್ಯವನ್ನು ഇന്ന് ಪೂರೈಸುತ್ತಾನೆ. രാത്രി ഞാൻ ആരോട് ദൈവാത്മാവ് ദൂത് പറയുന്നു? ಈ ಸಂಜೆ ದೇವರು ಯಾರೋ ಬಳಿ നീ ಹೇಳುತ್ತಿದ್ದಾನೆ, ചെയ്യാനിരിക്കുക. ನೀನೀಗ ಮಾಡದೇ നീ ಇದ್ದೀ, എന്തോ ഒരു കാര്യം ചെയ്യാനിരിക്കുക. ನೀನೇನೋ ಒಂದು ಕಾರ್ಯ പക്ഷെ ಮಾಡದೇ നിന്റെ ಇದ್ದೀ. ബാങ്കിൽ ബാലൻസ് ഇല്ല. ಆದ್ರೆ ನಿನ್ನ ಬ್ಯಾಂಕಿನಲ್ಲಿ ഇന്ന് ಬಾಕಿ ಹಣ ദൈവാത്മാവ് ಇಲ್ಲ. വിളിച്ച് ഞാൻ പറയട്ടെ, ಇಂದು ದೇವರಲ್ಲಿ ಶಕ್ತಿ ಬರಲಿ. ആദ്യത്തെ സ്റ്റെപ്പ് നീ എടുക്കാമോ? ನೋಡಿ, ನೀನು ಮೊದಲನೇ ಹೆಜ್ಜೆ My ತೆಗೆದುಕೋ. God shall supply all your needs. ನನ್ನ ದೇವರು ನನ್ನ ಅಗತ್ಯವನ್ನು വിശ്വസിക്കുന്ന ಸಂಧಿಸುವ. കരങ്ങൾ തട്ടി ദൈവത്തെ സ്തുതിക്കാൻ ನಂಬುವವರು പറ്റുമോ? ಚಪ್ಪಾಳೆ ತಟ್ಟಿ ದೇವರನ್ನು ಕೊಂಡಾಡಿ. Hallelujah. 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 And the sixth thing, 6ನೇ ಕಾರ್ಯ, our weapon, എല്ലാ മിലിറ്ററിക്കും ഒരു വെപ്പൺ ഉണ്ട്. ಎಲ್ಲ ಸೈನ್ಯಕ್ಕೂ ಆಯುಧಗಳಿವೆ. എല്ലാ സൈനികരും ആയുധമുണ്ട്. ಎಲ್ಲ ಸೈನ್ಯಕ್ಕೂ ಆಯುಧಗಳಿವೆ. നമുക്കും ആയുധമുണ്ട്. ನಮಗೂ ಆಯುಧವಿದೆ ನೋಡಿ. നമുക്ക് ഒറ്റ ആയുധമേ ഉള്ളൂ, ನಮಗೊಂದೇ ಒಂದು ಆಯುಧ, വചനം എന്നുള്ള ವಾಕ್ಯವನ್ನುವಂತ ಆಯುಧ. Hallelujah. Hallelujah. പിശാച് എങ്ങനെ വന്നോട്ടെ, ಸೈತಾನು ಹೇಗಾದ್ರೂ ಬರಲಿ, അവൻ AK-47 വരട്ടെ, ಅವನು AK-47 ಹಿಡಿದು ಬರಲಿ, ബോംബേഴ്സുമായിട്ട് വരട്ടെ, ಅವನು ಆಕ್ಟೋಪಸ್ ಬರಲಿ, പക്ഷേ ಆದರೆ നമ്മുടെ അധരത്തിൽ ഒറ്റ കാര്യം ഉള്ള മതി, ನಮ್ಮ ಕೈಯಲ್ಲಿ ಇರಬೇಕಾದ ಒಂದೇ ಒಂದು ಕಾರ್ಯ, ദൈവത്തിന്റെ വചനം. ದೇವರ ವಾಕ್ಯ.
ವಾಕ್ಯ. പിശാച് യേശുവിനടുത്ത് വന്ന ഏറ്റവും വലിയ ആയുധം എടുത്തോണ്ടാ പിശാച് വന്നത്. ನೋಡಿ, ಸೈತಾನು ಯೇಸುವನ್ನು ಶೋಧಿಸಲು ತಂದಂತ ದೊಡ್ಡ ಆಯುಧದೊಡನೆ യേശുവിനോട് പിശാച് പോയി ഇറ്റ് ഈസ് റിട്ടൺ എന്ന് പറഞ്ഞോണ്ടാ. ಯೇಸುವೊಡನೆ ಸೈತಾನ್ ಹೇಳಿದ ಕಾರ್ಯ ಹೀಗೆ ಬರೆದಿದೆಯಲ್ಲ. സാത്താൻ പറഞ്ഞു ഇറ്റ് ഈസ് റിട്ടൺ. ಸೈತಾನ್ ಹೇಳುತ್ತಾನೆ ಧರ್ಮಶಾಸ್ತ್ರದಲ್ಲಿ ಈ ರೀತಿ ಬರೆದಿದೆ, ಈ ರೀತಿ ಬರೆದಿದೆ. കാരണം സാത്താൻ അറിയാം ಇವನോട് പോരാടാൻ ഇവന്റെ ആയുധം തന്നെ എടുത്താൽ മതി. ಸೈತಾನಿಗೆ ಗೊತ್ತಿದೆ ಇವನೊಡನೆ ಹೋರಾಡಬೇಕಾದ್ರೆ ಇವನ ಆಯುಧವೇ ತೆಗೆಯಬೇಕು. യേശು എങ്ങനെ പോരാടിയെന്ന് ಯೇಸು ಹೇಗೆ ಹೋರಾಡಿದ್ದು? പിശാച് പറഞ്ഞു ഇറ്റ് ഈസ് റിട്ടൺ. ಸೈತಾನ್ ಹೇಳುತ್ತಾನೆ ಹೀಗೆ ಬರೆದಿದೆ. യേശു പറഞ്ഞു ഇറ്റ് ഈസ് ഓൾസോ റിട്ടൺ. ಯೇಸು ಹೇಳಿದ್ದು ಹೀಗೆಯೂ ಬರೆದಿದೆ. നമ്മുടെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ನಮ್ಮ ಸಮಸ್ಯೆ ಏನ್ ಗೊತ್ತಾ? പലരും പറയും ഇറ്റ് ഈസ് റിട്ടൺ. ಅನೇಕರು ಹೇಳ್ತಾರೆ ಈ ರೀತಿ ಬರೆದಿದೆ. നമുക്കറിയത്തില്ല ഇറ്റ് ഈസ് ഓൾസോ റിട്ടൺ എന്ന് പറയാൻ ನಮಗೆ ಈ ರೀತಿ ಕೂಡ ಬರೆದಿದೆ ಅನ್ನುವಂತ ಸಂಗತಿ ನಮಗೆ രാത്രി നമ്മുടെ അകത്ത് ആയുധം ಈ ರಾತ್ರಿ ನಮ್ಮ ಒಳಗೆ ಅದೇ. ഹല്ലേലൂയ ಹಲ್ಲೆಲೂಯಾ ഹല്ലേലൂയ ಹಲ್ಲೆಲೂಯಾ. പിശാച് എന്തോ കൊണ്ടുവന്നാലും ಸೈತಾನ್ ಏನೇ ತಂದರು അവനോട് പോരാടാൻ ഒറ്റ ആയുധമേ ഉള്ളൂ. ಅವನೊಡನೆ ಹೋರಾಡಲು ಒಂದೇ ಒಂದು ಆಯುಧ, ദൈവത്തിന്റെ വചനം എന്നുള്ള വാളെടുത്ത് ದೇವರ ವಾಕ್ಯ ಅನ್ನುವಂತ ಆಯುಧ. മുഖം നോക്കി വെട്ടുവാൻ അവന്റെ ദൈവത്തിന്റെ വാള് മാത്രം മതി. ಅವನ ಮುಖ ನೋಡಿ ಕಡಿಯಲು ದೇವರ ಆಯುಧ ಒಂದೇ ಸಾಕು. പിശാചിനോട് പറ, ಆ ಸೈತಾನ ಬಳಿ ಹೇಳು, ദൈവം തന്നെ സഭയെ പണിയും. ದೇವರು ತನ್ನ ಸಭೆಯನ್ನು നിന്റെ ಕಟ್ಟುತ್ತಾನೆ. പാതാള ഗോപുരം ഇവിടെ ജയിക്കത്തില്ല, അത് വേറെ എവിടെയെങ്കിലും പോയി ചെലവാക്കി. ಸೈತಾನೇ, ನಿನ್ನ ಪಾತಾಳ ಶಕ್ತಿ ಇಲ್ಲಿ ಜಯಿಸುವುದಿಲ್ಲ, ಬೇರೆಲ್ಲಾದ್ರೂ ಹೋಗಿ ಜಯಿಸಿಕೋ. 7th, 7ನೇ ಕಾರ್ಯ, 7ാമത്തെ ബേസിക്, 7ನೇ ಕಾರ್ಯ. our strength. ಮಿಲಿಟರಿಗೆ ಸ್ಟ್ರೆಂಗ್ತ್ ഉണ്ട്. ನೋಡಿ, ಒಂದು ಸೈನ್ಯಕ್ಕೆ ಒಂದು എല്ലാ ಶಕ್ತಿ ಇದೆ. സൈന്യത്തിനും അവരതായ സ്ട്രെങ്ത് ഉണ്ട്. ಎಲ್ಲ ಸೈನ್ಯಕ್ಕೂ ಅವರವರ ಶಕ್ತಿ ಇದೆ. നമ്മുടെ സ്ട്രെങ്ത് 6 പാക്ക് ഒന്നും അല്ല. ನಮ್ಮ ಈ ಶಕ್ತಿ ಅನ್ನುವಂಥದ್ದು ಆರು ಪಾಕುಗಳಲ್ಲ, മസിൽ ഒന്നും ಅಲ್ಲ. ನಮ್ಮ ಯಾವ ಮಸಲ್ಗಳು ಅಲ್ಲ. അതൊക്കെ പണ്ടായിരുന്നു, അതൊക്കെ വിട്ടിട്ടല്ല നമ്മൾ ഇറങ്ങി. ಅದು ಹಳೇದು, ಅದೆಲ್ಲ ಬಿಟ್ಟು ಇಲ್ಲಿಗೆ ಬಂದಿದ್ದೇವೆ. മസിലൊക്കെ കാണിക്കാൻ ಆ ಕಾಲದಲ್ಲಾಗಿದ್ದರೆ ಮಸಲ್ ಎಲ್ಲ ತೋರಿಸುತ್ತದೆ. അല്ല നമ്മുടെ സ്ട്രെങ്ത്. ಮೀಸೆ ಹಿಡಿದು ತೋರಿಸುವುದಲ್ಲ ನಮ್ಮ ಒಂದು നമുക്കൊരു ಕಾರ್ಯ. സ്ട്രെങ്ത് ഉണ്ട്. ನಮಗೆ ಒಂದು ಶಕ್ತಿ ಇದೆ. ಅದೇನು? സൈന്യത്താലല്ല, ಸೈನ್ಯದಿಂದಲ್ಲ, ശക്തിയാലത്രേ അല്ല, ಬಲದಿಂದಲ್ಲ, ദൈവത്തിന്റെ ആത്മാവിനാലത്രേ. ದೇವರ ಆತ್ಮದಿಂದಲೇ. നമ്മുടെ സ്ട്രെങ്ത് പരിശുദ്ധ ആത്മാവത്രേ. ನಮ್ಮ ಬಲ പവിത്രാത്മನೇ. സൈന്യത്തിന് ചെയ്യാൻ പറ്റാത്തത് ಸೈನ್ಯಕ್ಕೆ ಮಾಡಲು ಸಾಧ್ಯವಾದದ್ದು, ശക്തിക്ക് ചെയ്യാൻ പറ്റാത്തത് ಶಕ್ತಿಗೆ ಮಾಡಲು ദൈവത്തിന്റെ ಸಾಧ್ಯವಾದದ್ದು ആത്മാവിന് ചെയ്യാൻ പറ്റും. ದೇವರ ಆತ್ಮನಿಗೆ ಮಾಡಲು ദൈവസഭ ಸಾಧ್ಯ. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തോത്രം ചെയ്യാൻ ದೇವ പറ്റുമോ? ಸಭೆ ನಂಬುವವರು ದೇವರನ್ನು ഈ ಕೊಂಡಾಡಿ. മിലിಟറിയുടെ സ്ട്രെങ്ത് ഹോളി സ്പിരിറ്റ് അത്രേ. ಈ ಸೈನ್ಯದ ಬಲವು ಪವಿತ್ರಾತ್ಮನ ಶಕ್ತಿಯಷ್ಟೇ. 8ാമത്തെ കാര്യം, 8ನೇ ಕಾರ್ಯ, മിലിಟറി സ്ട്രാറ്റജി. ಈ ಸೈನ್ಯಕ್ಕೆ ಒಂದು ಯೋಜನೆಗಳಿವೆ, സ്ട്രാറ്റജി, ಯೋಜನೆಗಳಿವೆ. അത് ദൈവത്തിന്റെ ഗൈഡൻസ്, ಅದು ದೇವರ ಮಾರ್ಗದರ್ಶನ. നമ്മുടെ ഒരു സ്ട്രാറ്റജിയും വേണ്ട. ನಮ್ಮ ಯಾವ ಒಂದು ಯೋಜನೆಗಳು ಬೇಕಿಲ್ಲ. സ്ട്രാറ്റജി എപ്പം പൊളിഞ്ഞെന്ന് ചോദിച്ചാൽ മതി. ನಮ್ಮ ಯೋಜನೆಗಳು ಯಾವಾಗ ಕಿತ್ತು ಹೋಯ್ತೆಂಬುದಾಗಿ ಕೇಳಿದ್ರೆ നമ്മുടെ ಸಾಕು. സ്ട്രാറ്റജി ദൈവത്തിന്റെ ഗൈഡൻസ്. ನಮ್ಮ ಒಂದು ಯೋಜನೆ ದೇವರ ಮಾರ್ಗದರ್ಶನ. 9ാമത്തെ കാര്യം, 9ನೇ ಕಾರ್ಯ, നമ്മുടെ പ്രൊട്ടക്ഷൻ. ನಮ್ಮ ಒಂದು ಸುರಕ್ಷಿತ, അത് faith, ಅದು ನಂಬಿಕೆ. നമ്മുടെ പ്രൊട്ടക്ഷൻ faith. ನಮ್ಮ ಸುರಕ್ಷಿತ ನಂಬಿಕೆ. My just shall live by. ನನ್ನ ನೀತಿವಂತನೋ ನಂಬಿಕೆಯಿಂದಲೇ ಬದುಕುವ. എന്റെ നീതിവാൻ ഒരുമിച്ച് സ്തോത്രം ചെയ്തു വന്ന ಒಟ್ಟಾಗಿ ಸ್ತೋತ್ರ ಮಾಡಿ. ഹല്ലേലൂയ. നമ്മുടെ പ്രൊട്ടക്ഷൻ എന്താണെന്ന് അറിയാമോ? ನಮ್ಮ ಒಂದು ಸುರಕ್ಷಿತ ಏನ್ ಗೊತ್ತಾ? The breastplate of ನೋಡಿ, ನಂಬಿಕೆ ಅನ್ನುವಂತ ಗುರಾಣಿ. Hallelujah. ಹಲ್ಲೆಲೂಯಾ. ആര് എവിടുന്നും കുത്തിക്കോട്ടെ, ಯಾರು ಎಲ್ಲಿಂದಾದ್ರೂ ಚುಚ್ಚಲಿ, ഒരു പ്ലേറ്റ് നമുക്കുണ്ട്. ನಮ್ಮ ಮುಂದೆ ಒಂದು ಗುರಾಣಿ ಇದೆ. എന്തും പറഞ്ഞോട്ടെ, ಏನಾದ್ರೂ ಹೇಳಲಿ, ഒരു 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 മറവ് എനിക്കുണ്ട്. ಒಂದು ಮರೆ ನನಗಿದೆ, അത് എന്റെ വിശ്വാസം, ಅದು ನನ್ನ ನಂಬಿಕೆ. എന്റെ കർത്താവിലുള്ള വിശ്വാസം അത്രേ. ಕರ್ತನಲ್ಲಿರುವಂತ ನಂಬಿಕೆ വിശ്വാസികൾ ദൈവത്തെ ಅಷ್ಟೇ. സ്തുതിക്കാൻ പറ്റുമോ? ನಂಬುವವರು ದೇವರನ್ನು ಚಪ್ಪಾಳೆ ತಟ್ಟಿ ಸ್ತುತಿಸುತ್ತೀರಾ? 10ാമത്തെ ബേസിക്, 10ನೇ ತಾಳ್ವಾರಿಕವಾದ ಕಾರ್ಯ. ഈ പട്ടാളത്തിൽ ഒറ്റ ശത്രുവേ ഉള്ളൂ. ಈ ಸೈನ್ಯಕ್ಕೆ ಇರುವುದು ಒಂದೇ ಶತ್ರು. ചർച്ച് ഓഫ് ഗോഡ് IPC ಅಲ್ಲ ಶತ್ರು. ನೋಡಿ, ಚರ್ಚ್ ಆಫ್ ಗಾಡ್ ಗೆ IPC ಎಲ್ಲ ಶತ್ರು. IPCಗೆ AG ಅಲ್ಲ ಶತ್ರು. IPC ಅವರಿಗೆ AG ಎಲ್ಲ ಶತ್ರು. ಶಾರೋನ್ ಅಲ್ಲ ಶತ್ರು. ಶಾರೋನ್ ಸಭೆಗಳೆಲ್ಲ ಶತ್ರು. മർത്തോമ യാക്കോബ കത്തോലിക്ക ഒന്നും അല്ല ശത്രു. ಮರ್ತೋಮ, ಯಾಕೋಬ, ಕಥೋಲಿಕ ಸಭೆಗಳೆಲ್ಲ ಶತ್ರು. ಹಿಂದೂ ಮುಸ್ಲಿಂ ഒന്നും ಅಲ್ಲ ಶತ್ರು. ಹಿಂದೂ ಮುಸಲ್ಮಾನರೆಲ್ಲ ನಮ್ಮ ಶತ್ರು. ഒറ്റ ശത്രുവേ ഉള്ളൂ. ನಮಗೊಂದೇ ಒಂದು ಶತ್ರು, അത് ഈ ലോകത്തിലെ പിശാചത്രേ. ಅದು ಈ ಲೋಕದ ಅಧಿಪತಿಯಾದ ಸೈತಾನನು. നമ്മുടെ പോരാട്ടം അവനോട് മാത്രമേ ನಮ್ಮ ഉള്ളൂ. ಹೋರಾಟ ಅವನ ಸಂಗಡವಷ್ಟೇ. ദൈവസഭയെ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, ದೇವರ ಸಭೆಯ ನಿಮ್ಮ ನೆನಪಿಗೆ നാം ತರುತ್ತೇನೆ. എപ്പോഴാ പരാജയപ്പെട്ടു പോകുന്നത്? ನಾವು ಯಾವಾಗ ಸೋಲು ಅನುಭವಿಸುತ್ತೇವೆ? നമ്മുടെ പരാജയം എപ്പോഴാ സംഭവിക്കുന്നത് അറിയാമോ? ನಮಗೆ ಯಾವಾಗ ಸೋಲು ಬರುವುದೇಳಿ? നാം മനുഷ്യരെ ശത്രുവായി കാണുമ്പോഴാണ്. ನಾವು ಮನುಷ್ಯರನ್ನು ಶತ್ರುವಾಗಿ ಕಾಣುವಾಗ. നിങ്ങളുടെ പാസ്റ്റർ നിങ്ങളുടെ ശത്രു അല്ലേ? ನಿಮ್ಮ ಸಭಾ ಪಾಲಕನಲ್ಲ ನಿಮ್ಮ ಶತ್ರು. ഓവർസിയർ അല്ല നിന്റെ ശത്രു. ನಿಮ್ಮ ಸಭೆಯ ಮುಖ್ಯ ಓವರ್ಸಿಯರ್ ಅಲ್ಲ ನಿಮ್ಮ ಶತ್ರು. നിങ്ങളുടെ ലീഡർഷിപ്പ് അല്ല നിങ്ങളുടെ ശത്രു. ನಿಮ್ಮ ನಾಯಕರಲ್ಲ ನಿಮ್ಮ ಶತ್ರು. ചർച്ചിലെ സെക്രട്ടറി
സെക്രട്ടറി ട്രഷററും അല്ല ശത്രു. സഭയಲ್ಲಿರುವಂತ ಸೆಕ್ರೆಟರಿ ಟ್ರೆಷರರ್ ಅಲ್ಲ ನಿಮ್ಮ ಶತ್ರು. ഒറ്റ ശത്രുവേ ഉള്ളൂ. ನಮಗೊಂದೇ ಒಂದು ಶತ್ರು. നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല. ನಮ್ಮ ಹೋರಾಟ ಮನುಷ್ಯ ಮಾತ್ರದವರ ಬಳಿ ಅಲ್ಲ. ശത്രുത എല്ലാം ഒന്ന് മാറ്റി വെക്കാൻ പറ്റുമോ? ನಿಮ್ಮ ಎಲ್ಲ ಶತ್ರುತ್ವವನ್ನು ನೀಗಿಸಿ ಹಾಕಿ നമ്മളെല്ലാവരും ചേർന്ന് ഒരു ശത്രുവിനെ കാണാൻ പറ്റുമോ? ನಮ್ಮೆಲ್ಲರಿಗೂ ಒಂದೇ ಶತ್ರುವನ್ನು ಕಾಣಲು പിശാചത്രേ. ಅದು ಸೈತಾನನೇ. അതിനോട് ഇനി ഒന്നും ചെയ്യാനില്ല ബാക്കി. ಅವನು ಇನ್ನೇನು ನಮಗೆ ಮಾಡಲಿಲ್ಲ. ക്രൂശിന്മേൽ എന്റെ കർത്താവ് അവന്റെ തലയെ തകർത്തു കഴിഞ്ഞു. ಶಿಲುಬೆಯ ಮೇಲೆ ನನ್ನ ಕರ್ತನು ಅವನ ತಲೆಯನ್ನು ಜಜ್ಜಿದ್ದಾನೆ. യേശു ഓൾറെഡി ജയം കൊണ്ടാടി കഴിഞ്ഞു. ಯೇಸು ಜಯ ಹೊಂದಿಕೊಟ್ಟಿದ್ದಾನೆ. ನಾವು ಆ ಜಯವನ್ನು ಸೆಲೆಬ್ರೇಟ್ ചെയ്യുവായി. ನಾವು ಆ ಜಯವನ್ನು ಕೊಂಡಾಡುತ್ತಿದ್ದೇವಷ್ಟೇ. ಹalleluya. ಹalleluya. യേശു ജയിച്ചല. ಯೇಸು ಜಯಿಸಿದ್ದಾನೆ. യേശുവിನ സഭ ജയം കൊണ്ടാടി. ಯೇಸುವಿನ ಸಭೆ ಜಯ ಕೊಂಡಾಡುತ್ತಿದ್ದಾರೆ. ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? ಸ್ತುತಿಸುತ್ತೀರಾ? ഇന്ന് രാത്രിയില് ಈ ರಾತ್ರಿ ഈ പോരാട്ടത്തെ എത്ര പേരുണ്ട്? ಈ ಹೋರಾಟ ರಂಗದಲ್ಲಿ ಎಷ್ಟು ಮಂದಿ ഇങ്ങനെയുള്ള സഭയെ ചേർക്കാൻ കർത്താവ് വരുന്നു. ಇಂಥ ಒಂದು ಸಭೆಯನ್ನು ಸೇರಿಸಲು ಕರ್ತನು ഇങ്ങനത്തെ ಬರುವುದು. സഭയെ ചേർക്കാൻ കർത്താവ് വരുന്നത്. ಇಂಥ ಒಂದು ಸಭೆಯನ್ನು ಸೇರಿಸಲು ಕರ್ತನು ಬರುವುದು. നമുക്ക് മാറ്റം വരാനുണ്ടോ? ನಮಗೆ ಅದರಲ್ಲಿ ಗುಣಗಳಿದೆಯಾ? ദൈവവചനದ മുമ്പായി സത്യം പറയണം. ದೇವರ ವಾಕ್ಯದ ಮುಂದೆ ಸತ್ಯ ಸಂಗತಿ ಹೇಳಿ. മാറ്റം വരണോ? ನಮಗೆ ಒಂದು ಮಾರ್ಪಡುವಿಕೆ ಬೇಕಾ? ഞാൻ പറയുന്നു എനിക്ക് മാറ്റം വരണം. ನಾನು ಹೇಳುತ್ತೇನೆ ನನಗೆ ಮಾರ್ಪಡುವಿಕೆ ಬೇಕು. നിങ്ങൾക്ക് വേണ്ടായോ? ನಿಮಗೆ ಬೇಡವಾ? ഇനിയിപ്പോ ഞാൻ ഓൾട്ടർ കോൾ തരാൻ പോകും. ആത്മാർത്ഥമായി ചങ്കുറ്റത്തോട് പിശാച് കാൺമാർ എനിക്ക് മാറ്റം വരണം എന്ന് പറയുന്നത് എന്നോടൊപ്പം എത്ര പേരുണ്ട്? അവർ കരങ്ങൾ ഉയർത്തി ആ സ്ഥാനത്ത് നിൽക്കാവുന്നു. ಸೈತಾನ್ ಕೇಳಲಿ ಧೈರ್ಯದಿಂದ ಯಾರು ಹೇಳುತ್ತೀರಿ ನನಗೆ ಮಾರ್ಪಡುವಿಕೆ ಬೇಕೆನ್ನುವರು ನನ್ನ ಜೊತೆ ಎದ್ದು ನಿಲ್ಲಿರಿ. ಒಂದೇ ಗಟ್ಟಾಗಿ ನಿಲ್ಲೋಣ. ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ പോകുന്നത്. ಒಂದೇ ಗಂಟಾಗಿ ಸೈನ್ಯವಾಗಿ ನಿಲ್ಲೋಣ. പിശാചെ കണ്ടോട. ಸೈತಾನೆ ನೋಡ. നിന്റെ കയ്യിൽ ഒറ്റ ഒരുത്തം വരുത്തില്ല. ನಿನ್ನ ಕೈಯಲ್ಲಿ ಇಲ್ಲಿರುವಂತ ಒಬ್ಬರು ಬೀಳುವುದಿಲ್ಲ. ഇത് സിയോൻ സൈന്യമാ. ಇದು ಸಿಯೋನ್ ಸೈನ್ಯ. കരങ്ങളൊന്ന് ഉയർത്തി പിടിക്കുക. ಎರಡು ಕೈಗಳನ್ನು ಮೇಲೆ ಕೆತ್ತಿರಿ. പിശാച് കണ്ടോട്ടെ ഒന്ന്. ಸೈತಾನ್ ಇವುಗಳನ್ನು ಕಾಣಲಿ. ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഈ മക്കൾ, ಜೀವನದಲ್ಲಿ ರೂಪಾಂತರ ಬೇಕು ಅನ್ನುವಂತಹ ದೇವರ ಮಕ್ಕಳು ಎಷ್ಟು ಮಂದಿ ಇದ್ದೀರಿ? ചേഞ്ച് എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന, ನಿಜವಾದ ಬದಲಾವಣೆ ನನಗೆ ಬರಬೇಕೆನ್ನುವಂತ ಆಸೆ ಇರುವ ಎಷ್ಟು ಮಂದಿ? പാസ്റ്റർ ആയിക്കോട്ടെ, സീനിയർ പാസ്റ്റർ ആയിക്കോട്ടെ, ജൂനിയർ ആയിക്കോട്ടെ, എൽഡർ ആയിക്കോട്ടെ, സെക്രട്ടറി ആയിക്കോട്ടെ, 50-60 വർഷമായി വിശ്വാസി ആയിക്കോട്ടെ, ഒരുമിച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിക്കണം. ನೋಡಿ, ನನಗೆ ಸರಿಯಾದ ಮಾರ್ಪಡುವಿಕೆ ಬೇಕೆನ್ನುವಂತಹ ಸಭಾಪಾಲಕರಾಗಿದ್ದರು, ಹಿರಿಯ ಸಭಾಪಾಲಕರಾದರು, ಕಿರಿಯ ಸಭಾಪಾಲಕರಾದರು, 50-60 ವರ್ಷದ ವಿಶ್ವಾಸಿಗಳಾಗಿದ್ದರು, ಮಾರ್ಪಡುವಿಕೆ ಬೇಕೆನ್ನುವವರು ಕೈಗಳನ್ನೆತ್ತಿ. യേശു പറയുന്നു ഞാൻ എൻ്റെ സഭയെ പണിയും. യേശു ಹೇಳುತ್ತಾನೆ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ಪಾತಾಳ ಶಕ್ತಿಗಳು ಅದನ್ನು ಜಯಿಸಲಾರದು. ആരാധിക്കാൻ തയ്യാറായിക്കോ ദൈവമക്കളെ. ಆರಾಧಿಸಲು ಸಿದ್ಧರಾಗಿ ದೇವರ ಮಕ್ಕಳೇ. സ്തുതികളുടെ ശബ്ദം ഉയരട്ടെ. ಸ್ತುತಿಯ ಶಬ್ದ ಏರಲಿ. സ്തുതികളുടെ ശബ്ദം ഉയരട്ടെ. ಸ್ತುತಿಯ ಶಬ್ದ ಏರಲಿ. നീ വളരുന്നുണ്ടോ? ನೀನು ಹೇಳುತ್ತಿದ್ದೀಯಾ? പോരാട്ടമുണ്ട്. ಹೋರಾಟ ಇದೆ. നീ പ്രാർത്ഥിക്കുന്നുണ്ടോ? ನೀನು ಪ್ರಾರ್ಥಿಸುತ್ತಿದ್ದೀಯಾ? പോരാട്ടമുണ്ട്. ಹೋರಾಟ ಇದೆ. നീ ഉപവസിക്കുന്നുണ്ടോ? ನೀನು ಉಪವಾಸ ಮಾಡುತ್ತಿದ್ದೀಯಾ? പോരാട്ടമുണ്ട്. ಹೋರಾಟ ಇದೆ. പക്ഷേ സൈന്യത്താലല്ല, ಆದ್ರೆ ശക്തിയാലുമല്ല, ಬಲದಿಂದಲ್ಲ, ദൈവത്തിന്റെ ആത്മാവിനാലത്രേ. ದೇವರ ಆತ್ಮನ ഈ ಶಕ್ತಿಯಿಂದ പോരാട്ടത്തിൽ ಈ ಹೋರಾಟದಲ್ಲಿ നമുക്ക് ജയമുണ്ട്. ನಮಗೆ ಜಯವಿದೆ. കരങ്ങൾ തട്ടി ദൈവത്തെ സ്തുതിക്കട്ടെ. ಕರಗಳನ್ನು ആത്മാവിൽ ತಟ್ಟಿ ദൈവത്തെ ആരാധിക്കട്ടെ. ಆತ್ಮದಲ್ಲಿ ದೇವರನ್ನು ಆರಾಧಿಸಿ. ആത്മാവിൽ ദൈവത്തെ ആരാധിക്കട്ടെ. ಆತ್ಮದಲ್ಲಿ ದೇವರನ್ನು ಆರಾಧಿಸಿ. ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. കരങ്ങൾ തട്ടിക്കൊണ്ട് ಚಪ್ಪಾಳೆ ತಟ್ಟಿಕೊಂಡು പിശാച് തകരട്ടെ. ನಂಬಿಕೆ ಹೇರಲಿ. പിശാച് തകരട്ടെ. ನಂಬಿಕೆ ಹೇರಲಿ. സിയോൻ സൈന്യമേ ഉണർന്നിടുക, പൊരുതു നീ ജയമെടുത്തു വിരുദു പ്രാപിക്കാൻ. സിയോൻ സൈന്യമേ ഉണർന്നിടുക, പൊരുതു നീ ജയമെടുത്തു വിരുദു പ്രാപിക്കാൻ. കേൾക്കാറാൻ തൻ കാഹളധ്വനി, നാം പോകാറാൻ ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. കേൾക്കാറാൻ തൻ കാഹളധ്വനി, നാം പോകാറാൻ ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടനോട് എതിർത്തു നിന്നു വിജയം നേടുവാൻ. സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടനോട് എതിർത്തു നിന്നു വിജയം നേടുവാൻ. കേൾക്കാറാൻ തൻ കാഹളധ്വനി, നാം പോകാറാൻ ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. കേൾക്കാറാൻ തൻ കാഹളധ്വനി, നാം പോകാറാൻ ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. യേശുവിനാൽ കഷ്ടം സഹിച്ചു
നിത്യ നിത്യ യുഗങ്ങൾ വാഴും സ്വർഗ സിയോനിൽ ക്രിസ്തേശുവിനാൽ കഷ്ടം സഹിച്ചു നിത്യ നിത്യ യുഗങ്ങൾ വാഴും സ്വർഗ സിയോനിൽ കേൾക്കാറായി കാഹളധ്വനി പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ കേൾക്കാറായി കാഹളധ്വനി പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ പ്രത്യാശയത്തിൽ വർദ്ധിച്ചിടും നീ അന്നു ചെന്നു കാണുവാനും പ്രിയൻ പൊന്മുഖം പ്രത്യാശയത്തിൽ വർദ്ധിച്ചിടും നീ അന്നു ചെന്നു കാണുവാനും പ്രിയൻ പൊന്മുഖം കേൾക്കാറായി കാഹളധ്വനി പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ കേൾക്കാറായി കാഹളധ്വനി പോകാറായി ഈ പാർത്തലം വിട്ട് ആനന്ദമേ നിത്യാനന്ദമേ കാന്തനോട് വാഴും കാലം എത്രയാനന്ദം ആനന്ദമേ നിത്യാനന്ദമേ കാന്തനോട് വാഴും കാലം എത്രയാനന്ദം കേൾക്കാറായി കാഹളധ്വനി പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ